ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാമിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 6ാം ക്ലാസ്സിലെ മക്കളെ, നമുക്ക് 6ാം ക്ലാസ്സിൽ മലയാളം ഫസ്റ്റിൽ പഠിക്കാനുള്ള ഒരു മനോഹരമായ കഥയാണ് ഗോട്ടി. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനായ ടി പത്മനാഭൻ എഴുതിയ മനോഹരമായ ബാല്യകാലത്തിലെ കൗമാരകാലത്തിനിടയ്ക്ക് മുമ്പിലുള്ള ബാല്യകാലത്തിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഗോട്ടി എത്രമാത്രം ഒരു കുഞ്ഞു ബാലൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മനോഹരമായ കഥയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ ഗോട്ടി കളിച്ചിട്ടുണ്ടോ? നല്ല വെള്ളാരം കല്ല് പോലെ തിളങ്ങുന്ന പലതരം നിറങ്ങളുള്ള ഗോട്ടി കളിച്ചിട്ടുണ്ടോ? വെള്ള, പച്ച, കറുപ്പ്, മഞ്ഞ, ബ്രൗണ് തുടങ്ങിയ നിറങ്ങളുള്ള ഗോട്ടി കളിച്ചിട്ടുണ്ടോ? നിങ്ങളെ സാറ് കളിച്ചിട്ടുണ്ട്. ഈ ഗോട്ടി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒറ്റ അടിയാണ്, ഇങ്ങനെ അടിക്കും അല്ലേ? അതാണ് ഗോട്ടിക്കളി. പിന്നെ എറിഞ്ഞ് കളിക്കും, ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ അടിക്കുക, ഇതൊക്കെയാണ് ഗോട്ടി കളിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഗോട്ടിയില്ല. എന്താണ് വീട്ടിൽ പോയ പാട് ഫ്രീ ഫയർ, പബ്ജി, പെസ് അല്ലേ, പിന്നെ സനാൻഡ്രസ് അല്ലെ, GT, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കളി. വീഡിയോ ഗെയിംസ് ആണ്, മൊബൈൽ ഫോണിൽ ഗെയിംസ് ആണ്. സ്നാപ് ഡ്രാഗണിലും ഗെയിംസിൻ്റെ ആപ്ലിക്കേഷനിലും മിന്നി മറിയുന്ന ഫോൺ എടുത്തുകൊണ്ട് എന്താണ് അടിപൊളി ഗെയിം കളിക്കുന്ന മക്കൾക്ക് വല്ലതും അറിയോ? പണ്ട് ഗോട്ടി കളിച്ചിരുന്നവരുടെ ബാല്യകാലത്തിൻ്റെ സുഖം. അത്തരത്തിൽ ഒരു പിഞ്ചു ബാലൻ്റെ ജീവിതത്തിൽ ഗോട്ടി അവൻ്റെ ഉറക്കത്തിലും അവൻ്റെ സ്വപ്നത്തിലും ഗോട്ടി എത്രമാത്രം അവനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്ന ബാല്യകാലത്തിൻ്റെ ചില അനുഭവങ്ങൾ വ്യക്തമാക്കുന്ന, നന്മയുടെ പൂക്കാലത്തെ വ്യക്തമാക്കുന്ന, തൻ്റെ അമ്മയും തൻ്റെ മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധം, തൻ്റെ അനുജത്തി മരിച്ചു പോയിട്ടും അവൻ്റെ സ്വപ്നത്തെ വേട്ടയാടുന്ന അവൻ്റെ അനുജത്തിയുടെ ഓർമ്മകളും, എന്നാൽ അവൻ്റെ സ്വപ്നത്തിൽ കടന്നുകൂടുന്ന ഗോട്ടിയെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ അടങ്ങുന്ന ടി പത്മനാഭൻ്റെ തിരഞ്ഞെടുത്ത കഥകളിലെ ഒരു മനോഹരമായ കഥയായ ഗോട്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ സെറ്റാക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. തനിക്കേറെ പ്രിയപ്പെട്ട കളിപ്പാട്ടത്തെ നിരന്തരം പിന്തുടരുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടാം അല്ലേ? തനിക്കേറ്റവും പ്രിയമുള്ള കളിപ്പാട്ടം അല്ലേ? തോക്കിഷ്ടമുള്ളവരുണ്ട് ചെറുപ്പത്തിലെ. കാറ്, JCB, പിന്നെ ആംബുലൻസ്, പിന്നെന്താണ് വിമാനങ്ങൾ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? പെൺകുട്ടിലേക്ക് വരുമ്പോൾ സ്റ്റൗവ്, പിന്നെ ഈ ടെഡ്ഡി ബിയർ അല്ലേ, പാവക്കുട്ടി, അതൊക്കെ വരും. മേക്കപ്പ് ബോക്സ്, ആ കിറ്റൊക്കെ വരും. പക്ഷേ ഇവിടെ ഗോട്ടി ഇഷ്ടപ്പെടുന്ന അല്ലേ, ഒരുപാട് വ്യത്യസ്തരമായ നിറങ്ങളുള്ള ഗോട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ബാലൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നു ഗോട്ടി എന്ന് പറയുന്ന കഥ ടി പത്മനാഭൻ്റെ. വേപ്പ് മരങ്ങളുടെ തണലിലൂടെ കാക്കയുടെയും കുറുനരിയുടെയും കഥ അയവിറക്കിക്കൊണ്ട് അവൻ വരികയായിരുന്നു അല്ലേ? കഥകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു ചെറിയ ബാലൻ നമുക്ക് കാണാൻ സാധിക്കും. വേപ്പുമരങ്ങളുടെ തണലിലൂടെ കാക്കയുടെയും കുറുനരിയുടെയും കഥ അയവിറക്കിക്കൊണ്ട് അവൻ വരികയായിരുന്നു. അപ്പോൾ ഒരുപാട് നാട്ടുകഥകൾ കേട്ടുകൊണ്ട് ഒരു നടന്നു വരുന്ന പയ്യനെ കാണാൻ സാധിക്കുന്നു. ചാഞ്ചാടിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു മലയാളത്തിൽ പാട്ടില്ലേ, ചാഞ്ചാടി ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ഒരു പാട്ടില്ലേ? ഈ അവസരത്തിൽ ഓർമ്മ വന്നെയാണ്. ഓക്കെ, അപ്പം ചാഞ്ചാടിക്കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ സഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. സ്ലേറ്റ് ഒരു ചെറിയ കുപ്പിയോടടിച്ചു. കുപ്പി പെൻസിലുമായി കൂട്ടിമുട്ടി. അങ്ങനെ അവയെല്ലാം കൂടി ആ സഞ്ചിയിൽ കിടന്നു കുലുങ്ങി. പക്ഷേ അവനൊന്നും തന്നെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ കഥയിലായിരുന്നു. എന്തു രസമുള്ള കഥ, കാക്കയും കുറുനരിയും. അപ്പം കാക്കയും കുറുനരിയും എന്ന് പറയുന്ന കഥ കേട്ടുകൊണ്ട് തൻ്റെ സഞ്ചിയിലെ പെൻസിലിൻ്റെയും സ്ലേറ്റിൻ്റെയും ഒരു കാര്യവും ചിന്തിക്കാതെ അവൻ ഇങ്ങനെ തൻ്റെ ചിന്താത്മകമായ ലോകത്തിലൂടെ, ആ കഥയുടെ ലോകത്തിലൂടെ നടന്നു പോവുകയാണ്. കുറുനരി കാക്കയോട് പറഞ്ഞു, കാക്കയെ ഒരു പാട്ടു പാടൂ, നിൻ്റെ പാട്ടു കേൾക്കാൻ എനിക്കൊരു പൂതി അല്ലെ, എനിക്കൊരു കൊതി. കാക്ക പാടാൻ വേണ്ടി വായ തുറന്നപ്പോൾ അപ്പക്കഷ്ണം വീണുപോയി. കുറുനരി അതുമെടുത്ത് ഒരൊറ്റ ഓട്ടം അവൻ കുലുങ്ങി ചിരിച്ചു അല്ലേ? തൻ്റെ ബാല്യകാലത്തിൽ കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്താണ്, ഒരു ബാലനാണ് കഥയിലെ നായകൻ. അവൻ തൻ്റെ സഞ്ചിയിൽ സ്ലേറ്റും പെൻസിലും പിടിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നേരം അവൻ്റെ ചിന്ത മുഴുവൻ കഥകളായിരുന്നു. കുറുനരിയുടെയും കാക്കയുടെയും കഥ. കുറുനരിയിൽ നിന്നും അപ്പക്കഷ്ണം കടിച്ചെടുത്തുകൊണ്ട് പറന്നുപോയി മരക്കൊമ്പിലിരുന്ന കാക്കയെ വീഴ്ത്തുകയാണ് കുറുനരി തൻ്റെ സംസാരത്തിലൂടെ, കൗശലത്തിലൂടെ. എങ്ങനെയാണ്? കുറുനരി പറയാണ് കാക്കയോട്, കാക്കയെ ഒരു പാട്ടങ്ങ് പാടടാ, നിൻ്റെ പാട്ട് എന്ത് സൂപ്പറാടാ. കുറുനരിയുടെ ശബ്ദം കേട്ട്, വാക്ക് കേട്ട് കാക്ക പാടാൻ കൊക്ക് തുറന്നതും കൊക്കിലെ അപ്പക്കഷ്ണം താഴെ വീണ് കുറുനരി അതെടുത്തു പോയി. കുറുനരിയുടെ കൗശല
ചിരിച്ചുവല്ലോ. ഈ കഥയാണ് ഈ പിഞ്ചു ബാലൻ്റെ മനസ്സിൽ ഇങ്ങനെ അലഞ്ഞടിക്കുന്നത്. ആ കഥ കേട്ട് അവൻ ചിരിച്ചു പോവുകയാണ്. അപ്പോൾ കഥകളുടെ കൂട്ടിൽ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന, കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബാലനെ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ. ഇതാണ് അവൻ്റെ ലോകം കേട്ടോ. ഗോട്ടിക്കുള്ളിൽ ഒരു ബാലൻ അവൻ തോൾസഞ്ചിയും എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്ന് പീടികയുടെ മുമ്പിലെത്തി. അവിടെ അൽമാരയിൽ വലിയ കുപ്പിഭരണികൾ നിരത്തി വെച്ചിരുന്നു അല്ലേ. അവരിങ്ങനെ സഞ്ചിയും പിടിച്ചുകൊണ്ട് നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ എവിടെ എത്തി? അങ്ങാടിയിലെത്തി, കവലയിലെത്തി. അപ്പം അവിടെ ഒരു പീടികയിൽ ഈ ചില്ലിൻ്റെ ഭരണിയുണ്ട്, ചിൽഭരണി, കുപ്പിഭരണി. അതിലെന്തുണ്ട്? കുറച്ച് ഗോട്ടികളുണ്ട്. ഗോട്ടികൾ കണ്ട് അവൻ നിൽക്കുകയാണ്. പണ്ട് നമ്മൾ ഉത്സവത്തിന് പോയാൽ ഈ കളിപ്പാട്ടം, ഞാനിപ്പോഴും വല്ല ഉത്സവത്തിനും പോയാലും കളിപ്പാട്ടം കണ്ടാൽ നോക്കിക്കൂട്ടോ. എൻ്റെ ഉള്ളിൽ പഴയ ഒരു ചെറുപ്പത്തിലെ ജോബിയുണ്ട്, ഒരു ബാല്യകാലത്തിലെ ജോബി അല്ലേ. നമ്മളെ കളിപ്പാട്ടങ്ങൾ കണ്ടാൽ, വിമാനങ്ങൾ കണ്ടാൽ, തോക്ക് കണ്ടാൽ, പിന്നെന്താണ് പാവക്കുട്ടികൾ കണ്ടാൽ, ഐസ്ക്രീം കണ്ടാൽ, പാൽപ്പേട കണ്ടാൽ, ഇതൊക്കെ കണ്ടാൽ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിത്തമുള്ള കുട്ടികൾ എല്ലാവരുടെ മനസ്സിലുണ്ട്. അതേപോലെ ഈ പയ്യൻ, ഈ വികൃതി പയ്യൻ, ഈ കഥകൾ കേൾക്കുന്ന ഈ പയ്യൻ, ഈ ബാലൻ എന്താണ് ആ സ്ലേറ്റും പെൻസിലും പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരു അങ്ങാടിയിൽ ഒരു പീടികയുടെ ചില്ലു ഭരണിയിൽ, അതായത് കുപ്പി ഭരണിയിൽ എന്തോ കാഴ്ച കണ്ട് നിൽക്കുകയാണ്. എന്താണ് ആ കാഴ്ച? അവയിലൊക്കെ ചോക്ലേറ്റും പെപ്പർമിൻറ്റും ബിസ്ക്കറ്റുമാണ്. ഇപ്പോൾ ചോക്ലേറ്റും പെപ്പർമിൻറ്റും ബിസ്ക്കറ്റുമുള്ള കൽഭരണികൾ കാണുകയാണ് ആ കടയിൽ. അവൻ അതൊന്നും നോക്കി നിന്നില്ല അല്ലേ. അവൻ എന്താണ് മക്കളെ, ആ പീടികയിലെ ചോക്ലേറ്റ് അല്ല നോക്കിയത്, അവിടുത്തെ ബിസ്ക്കറ്റ് അല്ല നോക്കിയത്, മറിച്ച് എന്തിനാണ് അവൻ്റെ അച്ഛൻ എപ്പോഴും അവന് കൊണ്ടു കൊടുക്കാറുണ്ട്. അവൻ്റെ അച്ഛൻ എപ്പോഴും അവൻ എന്ത് കൊടുക്കാറുണ്ട്? ആ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അവന് അതൊന്നും ആവശ്യമില്ല. പക്ഷെ അവൻ്റെ കണ്ണുടക്കിയത് എന്തോ കാഴ്ചയിലാണ്. അത് ആ കാഴ്ച എന്താണ് മക്കളെ? നോക്കാം നമുക്ക്. എങ്കിലും ഒരു പുതിയ ഭരണി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പുതിയ ഭരണി, അതിലെന്തോ ഒന്നുണ്ട്, അത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവന് ചോക്ലേറ്റ് വേണോ? അവൻ്റെ അച്ഛൻ കൊടുക്കാറുണ്ട്. അവന് ബിസ്ക്കറ്റ് വേണോ? അവൻ്റെ അച്ഛൻ തിരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എന്തോ ഒന്ന് അച്ഛൻ വാങ്ങിത്തരാത്ത എന്തോ ഒന്ന് ആ കടയിലുണ്ട്, ആ ചില്ലുകൂട്ടിൽ. അതെന്താണത്? നോക്കാം. ചുമലിലൂടെ തൂങ്ങുന്ന സഞ്ചിയിലൂടെ നാട ഒരു വശത്തേക്ക് ഒതുക്കി ആ ഭരണിയുടെ മുമ്പിൽ അവൻ മേടിച്ചു നിന്നു അല്ലേ. ആ സഞ്ചി ഇങ്ങനെ ഉണ്ട്, തോൾ സഞ്ചി, അത് ഒരു വശത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് അവൻ ആ ഒരു കുപ്പി ഭരണിയിലേക്ക് ഇങ്ങനെ നോക്കി. എന്താ മക്കളെ കുപ്പി ഭരണിയിലുള്ളത്? ഗോട്ടികളാ, നിറയെ ഒരുപാട് നിറങ്ങളുള്ള ഗോട്ടികൾ അവിടെയുണ്ട്. പുതുതായി കൊണ്ടുവച്ചതാണ്. അതിനു മുമ്പ് ഒരിക്കലും അവൻ അത് അവിടെ കണ്ടില്ല. പുതുതായി ആ പീടിയിൽ വന്നെന്തോ ഒരു സാധനം. എന്താ അത്? ആ ഗോട്ടിയാണ്. അത് ഇതിനു മുമ്പ് അവൻ കണ്ടതേയില്ല. അവൻ ആ പീടികയിൽ ചോക്ലേറ്റ് മാത്രമേ കണ്ടിട്ടു, ബിസ്ക്കറ്റേ കണ്ടിട്ടു. പക്ഷെ ആദ്യമായിട്ടാണ് ആ പീടികയിൽ ഒരു ഗോട്ടി കാണുന്നത്. ഭരണി നിറയെ ഗോട്ടികളാണ്. എന്താ മക്കളെ? ഭരണി നിറയെ ഗോട്ടികളാണ്. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട നല്ല ഒന്നാം തരം ഗോട്ടികൾ. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട നല്ല ഒന്നാം തരം ഗോട്ടികൾ. മക്കളെ, ഒരു മാർക്കിൻ്റെ ചോദ്യം വരാം. എന്താണ് ആ ഗോട്ടികൾ? എന്താണ് ആ ഗോട്ടികളെ കുറിച്ച് എന്താണ് അവൻ കണ്ടത്? ഗോട്ടികൾ എങ്ങനെയായിരുന്നു? ചോദ്യം എന്ന് എഴുതണം. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട നല്ല ഒന്നാം തരം ഗോട്ടികളാണ് അവൻ അവിടെ കണ്ടത്. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. തൊടിയിലുള്ള നെല്ലിക്കയോളം വലിപ്പമുള്ള ഗോട്ടികൾ മക്കളെ, നെല്ലിക്കയോളം വലിപ്പമുള്ള ഗോട്ടികൾ. എന്തിനാണ് ഇവിടെ നെല്ലിക്കയുമായി അവൻ സാദൃശ്യപ്പെടുത്തുന്നത്? പ്രകൃതിയെ അറിഞ്ഞ പയ്യന അല്ല മക്കളെ, പ്രകൃതിയോട് അടുത്തിഴവകിക്കൊണ്ട് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന കഥകളെ കേട്ടുകൊണ്ട് നടന്ന പയ്യനാണ്. അതുകൊണ്ടാണ് അവൻ ആ ഗോട്ടികളെ നെല്ലിക്കയോട് താരതമ്യം ചെയ്യുന്നത്. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. കാണാൻ എന്തൊരു ചന്തമാണ് അല്ലേ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്ന് പറയുന്ന പോലെ കാണാൻ ചന്തമുള്ള, മനോഹരമായ, സൗന്ദര്യമുള്ള, സുന്ദരമായ ഗോട്ടികൾ. അതുവരെ അതൊക്കെ എവിടെയായിരുന്നു ഈ ഗോട്ടികൾ? ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഈ മനോഹരമായ ഗോട്ടികൾ എവിടെ നിന്ന് വന്നു എന്ന് അവൻ ചിന്തിക്കുകയാണ്. പീടികയുടെ ഉള്ളിലായിരിക്കും ഇപ്പോൾ അവൻ കാണാൻ വേണ്ടി പുറത്തെടുത്തു വെച്ചതാണ് അല്ലേ. പീടികയുടെ ഉള്ളിലാണ് ആ ഗോട്ടികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പീടികയുടെ ഉള്ളിലാണ് ആ ഗോട്ടികളെ കാണാൻ സാധിക്കുക. അത്രമാത്രം മനോഹരമായ ഗോട്ടികളുള്ള ഒരു കടമുറി കണ്ട് അവൻ അവിടെ നിൽക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ആ പിഞ്ചുബാലൻ ആ ഗോട്ടികൾ കണ്ടിട്ട് അവൻ സന്തോഷിക്കുകയാണ്. ഇതിനു മുന്നേ ഈ ഗോട്ടികൾ എവിടെയായിരുന്നു? ഈ കഥയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഗോട്ടി എന്ന് പറയുന്നത് ഒരു ബാലൻ്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. തൻ്റെ ചെറുപ്പകാലത്ത് അവൻ ആ കടമുറിയിൽ ഗോട്ടി കണ്ടപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, എന്ത് മനോഹരമായ ഗോട്ടികളെന്ന്. ഇപ്പോൾ അവൻ കാണാൻ വേണ്ടി പുറത്തെടുത്തു വച്ചതാണ്. അല്ല മക്കളെ, കഥയിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്?
അതുവരെ അതൊക്കെ എവിടെയായിരുന്നു? പീടികയുടെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ അവൻ കാണാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ കഥയിൽ പറയുന്നുണ്ട്, ഈ ഗോട്ടി അവൻ കാണാൻ വേണ്ടി, ആ പീഡിയക്കാരൻ ഈ ഗോട്ടികൾ കുട്ടികൾ കാണാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ അത്രമാത്രം അവൻ്റെ ജീവിതത്തിൽ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒന്നായി ഈ ഗോട്ടി ഇവിടെ മാറുകയാണ്. നോക്കി നിൽക്കെ ആ ഭരണി വലുതാകാൻ തുടങ്ങി. ആകാശത്തോളം വലുതായപ്പോൾ അവനും അതിൻ്റെ ഉള്ളിൽ കടന്നു. അല്ലേ, നോക്കി നിൽക്കെ ആ ഭരണി വലുതാകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ആഗ്രഹവും വലുതാകാൻ തുടങ്ങി എന്നാ പറയുന്നത്. ആകാശത്തോളം വലുതായപ്പോൾ അവനും അതിൻ്റെ ഉള്ളിൽ കടന്നു. വേറെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൻ അറിയായിരുന്നു അതായിരുന്നു കൂടുതൽ ഇഷ്ടം. അനുജത്തി പോയതിൽ പിന്നീട് അവൻ എപ്പോഴും തനിച്ചാണ് കളിക്കാറ്. അല്ലേ, ആ ഗോട്ടികൾ ഇട്ടുവെച്ച ആ ഭരണി, അതിൽ അവൻ്റെ ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ വലുതായി വരികയാണ് മക്കളെ. അത്രമാത്രം ആഗ്രഹത്തോടെ അവൻ ആ ഗോട്ടികളെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ്റെ സ്വപ്നവും വലുതായി വരികയാണ്. ആ സ്വപ്നത്തോടൊപ്പം അവനിൽ നിന്ന് വിട്ടുപോയ തൻ്റെ അനുജത്തിയെക്കുറിച്ചുള്ള ഓർമ്മകളും അവനെ വേട്ടയാടുന്നു. ആ ഗോട്ടി അവൻ കാണുകയാണ്. ആ ഗോട്ടി കാണുമ്പോൾ അതിൻ്റെ ഒപ്പരം കളിക്കാൻ വേണ്ടി, തൻ്റെ ഒപ്പരം ആ ഒരു ബാല്യകാലം ചെലവിടാൻ വേണ്ടി തൻ്റെ അനുജത്തി ഇല്ലാത്ത കാര്യമോർത്ത് സങ്കടപ്പെടുന്നതും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് മക്കൾ ഇവിടെ പറയുന്നത്? നമ്മുടെ കഥയിലെ കഥാനായകനായ പിഞ്ചു ബാലൻ്റെ മനസ്സിൽ 2 ചിത്രങ്ങളാണുള്ളത്. അപ്പോൾ അവൻ്റെ മനസ്സിൽ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, അവൻ ആഗ്രഹിച്ചു വാങ്ങാൻ നിൽക്കുന്ന ആ ഗോട്ടി. പിന്നെയോ അവനിൽ നിന്ന് മരിച്ചുപോയ അവൻ്റെ അനുജത്തി. ഈ 2 ചിത്രങ്ങളാണ് അവനെ വേട്ടയാടുന്ന, അവൻ്റെ ജീവിതത്തിലെ ചിന്തകളായി കടന്നു വരുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. അടുത്ത വായിക്കാം. അവൻ ഗോട്ടി വാരി 4 പാടും വിതറി കളിച്ചു രസിച്ചു. അപ്പോഴാണ് ഒരു ശബ്ദം. കുട്ടി അത് വലിച്ചിടും. അല്ലേ, അവൻ ആ ഗോട്ടി എടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അവനെ ഗോട്ടി വാരി 4 പാടും വിതറി കളിച്ചു രസിച്ചു. അപ്പോഴാണ് ഒരു ശബ്ദം വന്നത്. കുട്ടി അത് വലിച്ചിടും. അല്ലേ, കുട്ടി അത് വലിച്ചിടുമെന്ന്. അപ്പോൾ പീഡിയക്കാരൻ അവിടെ ഉറക്കെ വിളിച്ച് പറയാണ്, കുട്ടി അത് വലിച്ചിടല്ലേ, അത് വിൽക്കാൻ വെച്ച സാധന, നീ അത് കൈകൊണ്ട് തൊട്ട് താഴെയിടല്ലേ എന്ന് പറഞ്ഞ പീഡിയക്കാരൻ അവനെ ശാസിക്കുകയാണ്, വഴക്കു പറയാണ്. അവൻ ഗോട്ടി വാരി 4 പാടും വിതറി കളിച്ചു രസിച്ചു. അപ്പോഴാണ് ശബ്ദം, കുട്ടി അത് വലിച്ചിടും. അവൻ ഞെട്ടി. ആരാണ്? ആ പീഡിയക്കാരൻ്റെ ശകാര വാക്കുകൾ കേട്ട് ആ കുട്ടി അവിടെ ഞെട്ടിപ്പോവുകയാണ്. ആ ഭരണി ചെറുതായി കൊണ്ടുവരുന്നു. അതായത് അവൻ്റെ സ്വപ്നങ്ങളും ചെറുതായി വരുന്നു എന്നർത്ഥം. ചെറിയ ഭരണിക്കുള്ളിൽ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. തൊടിയിലുള്ള നെല്ലിക്കയോളം വലിപ്പമേ ഉള്ളൂ ഓരോന്നിനും. അല്ലേ, പച്ച നിറത്തിലുള്ള ഒരുപാട് ഗോട്ടികൾ. അവൻ്റെ തൊടിയിൽ നിന്ന് വെച്ച പറമ്പ്, അവൻ്റെ പറമ്പിലെ നെല്ലിക്കയോളം വലിപ്പമുള്ള ഗോട്ടികളെ അവൻ കാണുകയാണ്. അവിടെ അവർ 2 പേർ മാത്രമേ ഉള്ളൂ, അവനും വയസ്സനായ ആ പീഡിയക്കാരനും. അപ്പോൾ വയസ്സനായ ആ പീഡിയക്കാരനും ഈ ചെറുബാലനും മാത്രമേ അവിടെയുള്ളൂ. അപ്പം അവൻ ആ ഗോട്ടി പിടിച്ച് കളിച്ചപ്പോഴേ ആ കടക്കാരൻ അവനെ വഴക്ക് പറയുകയാണ്, എന്തിനാണ് നീ അത് കളിക്കുന്നത്, അത് വിൽക്കാൻ വെച്ചതാണ്, വാങ്ങും അല്ലെങ്കിൽ തൊടാണ്ട് പോവാ എന്ന് പറഞ്ഞ് കളിയാക്കിയാണ്, വഴക്ക് പറയാണ്. അയാളുടെ മുഖത്ത് നീരസം നിറച്ചിട്ടുണ്ട്. നീരസം എന്ന് പറഞ്ഞാൽ ദേഷ്യം. ആ പീഡിയക്കാരൻ ഇഷ്ടമായില്ല. അവൻ ആ ഗോട്ടി വാരി കളിച്ചത് ആ പീഡിയക്കാരുടെ കച്ചവടക്കാരൻ ഇഷ്ടമായില്ല, നീരസം വന്നു എന്നാ പറയണേ. ഞാൻ പറഞ്ഞില്ലേ എന്താന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ എടുത്തു തരില്ലേ? അല്ലേ, നീ എന്തിനാണ് ഈ ഗോട്ടി എടുക്കാൻ വേണ്ടി കൈ അതിൻ്റെ ഉള്ളിൽ ഇട്ടത്? നിനക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തു തരില്ലടാ, പിന്നെ എന്തിനാണ് നീ ഈ ഗോട്ടി ചോദിക്കാതെ എടുക്കുന്നതെന്ന് പറഞ്ഞാണ് ആ പീഡിയക്കാരൻ ആ കുട്ടിയെ വഴക്കു പറഞ്ഞത്. അവൻ സങ്കടത്തോടെ മാറി നിന്നു. അല്ലേ, സങ്കടത്തോടുകൂടി അത്യാഗ്രഹത്തോടുകൂടി ആ ഗോട്ടിയിട്ട് വെച്ച ആ ഒരു ചില്ലും കൂട്ടിൽ കൈയിട്ടപ്പോൾ പീഡിയക്കാരൻ ചീത്ത പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ സങ്കടം വരികയാണ് മക്കളെ. ഗോട്ടി വേണോ? അയാൾ ഭരണിയുടെ അടപ്പ് തുറക്കാൻ ആരംഭിച്ചു. അവൻ വേണ്ടെന്ന് തലയാട്ടി. അല്ല, അവൻ്റെ കയ്യിൽ പൈസയില്ല. അവന് ഗോട്ടി വാങ്ങണമെന്ന് ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ പൈസയില്ല. പീഡിയക്കാരൻ ചോദിച്ചു, നിനക്ക് ഗോട്ടി വേണോടാ? ഗോട്ടി വേണമെങ്കിൽ നീ വാങ്ങിക്കോ, നീ പൈസ തരണം. പക്ഷെ അവൻ പറഞ്ഞു, എനിക്ക് വേണ്ട, തലയാട്ടി. കാരണം എന്താ? അവൻ്റെ കയ്യിൽ പണമില്ല. പിന്നെ നല്ല ചോദ്യം, അവന് ഗോട്ടി വേണോ എന്ന്. വേണോ? അവന് തന്നെ അറിഞ്ഞുകൂടാ. ഏതായാലും അവനത് തൊട്ടു. ആ ഭരണി തൊട്ടപ്പോൾ ഗോട്ടി തൊട്ടതുപോലെ തന്നെയായിരുന്നു. വേണമെങ്കിൽ അവന് ഗോട്ടി എടുക്കാമായിരുന്നു. എടുത്തിരുന്നുവെങ്കിൽ അല്ലേ, അവൻ ആ ഗോട്ടി ഇട്ട് വെച്ച ഭരണി മാത്രമേ തൊട്ടുള്ളൂ. അവന് വേണമെങ്കിൽ ആ ഗോട്ടി എടുത്തൂടെ മക്കളെ. പക്ഷെ അവന് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? പൈസ ഇല്ല. പക്ഷേ അവൻ അമ്മ കാണാതെ, ആരും കാണാതെ പൈസ കട്ടുകൊണ്ടുവന്ന് ഗോട്ടി വാങ്ങിക്കൂടെ. അതും ചെയ്തില്ല. അവൻ നല്ല കുട്ടിയാണല്ലേ. അവൻ ആ ഗോട്ടി വേണ്ട എന്ന് പറഞ്ഞ് തലയാട്ടി. സ്കൂളിൽ നിന്ന് മണി അടിക്കുന്നത് കേട്ടപ്പോൾ സഞ്ചി അടുക്കി പിടിച്ച് അവൻ ഓടിയല്ലേ. പെട്ടെന്നായിരുന്നു സ്കൂളിൽ നിന്ന് മണിയടിച്ചേ. ഇനി മണിയടിച്ചു. അപ്പോഴേക്കും അവൻ ആ സഞ്ചി എന്ന് പറഞ്ഞ ബാഗാട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ബാഗിൻ്റെ പകരം സഞ്ചിയാണ് കൊണ്ടുപോവുക, ഒരു തുണിസഞ്ചി. അതിലാണ് സ്ലേറ്റ് പെൻസിലൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ സ്കൂളിൽ നിന്ന് മണിയടിച്ചപ്പോൾ അവൻ ആ സഞ്ചിയും പിടിച്ചുകൊണ്ട് ഓടി സ്കൂളിലേക്ക്. താമസിച്ചെത്തുന്ന കുട്ടികൾ പിറകിലാണ് ചെന്നിരിക്കേണ്ടത്. അവന് ഏറ്റവും താമസിച്ചെത്തിയത് അവനായിരുന്നു.
അന്ന് താമസിച്ചു വന്നത് അവനായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ ലേറ്റായിട്ട് വരുന്ന കുട്ടികൾ ഏറ്റവും പിറകിലാണ് ഇരിക്കേണ്ടത്. അന്ന് ലേറ്റായിട്ട് വന്ന ആരാണ്? ഈ കുട്ടിയായിരുന്നു. അതിനാൽ അവൻ ഒച്ചയുണ്ടാക്കാതെ പിന്നിലുള്ള ബെഞ്ചിൽ ചെന്നിരുന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ പിന്നിലുള്ള ബെഞ്ചിൽ ചെന്നിരിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ്സിൽ ലേറ്റായിട്ട് വരുന്ന മക്കൾ പിറകിലെ ബെഞ്ചിൽ ഇരിക്കുക. അപ്പോൾ അവൻ ശബ്ദമുണ്ടാക്കാതെ പിറകിൽ പോയിരുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ തന്നെയുണ്ട്. രാമൻകുട്ടി മുമ്പിലാണ്. രാമൻകുട്ടി അവൻ്റെ സുഹൃത്താണ്. എന്നും അവൻ നേരത്തെ വരും. മൂന്നാമത്തെ ബെഞ്ചിൻ്റെ അറ്റത്താണ് മല്ലിക. മല്ലിക മറ്റൊരു സുഹൃത്താണ്. മല്ലികയുടെ അപ്പുറത്ത് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി മറ്റൊരു സുഹൃത്ത്. ജോർജിനെ കാണുന്നില്ല. അപ്പം അമ്മുക്കുട്ടിയും രാമൻകുട്ടിയും മല്ലികയും ജോർജും എല്ലാം ഇവൻ്റെ ക്ലാസ്സിലെ സുഹൃത്തുക്കളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവൻ ലേറ്റായിട്ട് വന്ന കാരണം ഈ കുട്ടികളൊക്കെ അവൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരെ കാണുന്നില്ല? ജോർജ്, ഇവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോർജിനെ കാണുന്നില്ല. കാരണം എന്താ? ജോർജിനെ എന്താ ഇവൻ അന്വേഷിക്കുന്നത്? നോക്കാം. ജോർജ് നല്ലപോലെ ഗോട്ടി കളിക്കും. അപ്പോൾ ആ നാട്ടിൽ ഗോട്ടി കളിക്കുന്ന ജോർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെയും കൂടി കൂട്ടിപ്പിടിച്ച് ഗോട്ടി കളിക്കാവുന്ന ചിന്തയാണ് ആർക്കുള്ളത്? നമ്മുടെ ഈ പയ്യനുള്ളത്. ജോർജാണ് കുട്ടികളുടെ ഇടയിൽ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുക, അല്ലേ? ജോർജാണ് കുട്ടികളുടെ ഇടയിൽ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുക. അതുകൊണ്ടാണ് ജോർജിനെ അവൻ അന്വേഷിച്ചത്. എത്ര വലിയവനും ജോർജിനോട് കളിച്ചാൽ തോൽക്കും. എത്ര വലിയ ആളായാലും ജോർജിനോട് കളിച്ചാൽ അവൻ പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജോർജ് അത്രമാത്രം കളിയോട് താല്പര്യമുള്ള, ജോർജ് അത്രമാത്രം നല്ല പോലെ കളിക്കുന്ന ഒരു മിടുക്കനായ കുട്ടിയാണ് എന്നാണ് പറയുന്നത്. എത്ര വലിയവനും ജോർജിനോട് കളിച്ചാൽ തോൽക്കും. തോറ്റാൽ വെറുതെ പോകാൻ പാടില്ല. തോറ്റാൽ വെറുതെ പോകാൻ പാടില്ല. കൈമടക്കി നിലത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ജോർജ് അടിച്ച് കൊട്ടുപൊളിക്കും, അല്ലേ? എൻ്റെ അമ്മേ, ഈ ഗോട്ടികളിൽ തോറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം? കൈ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം ജയിക്കുന്ന ആൾ ആ ഗോട്ടി വെച്ചിട്ട് നമ്മുടെ കൈക്ക് ഒരൊറ്റ അടിയാണ്, അടിച്ച് കൈ പൊട്ടിക്കും. അത്രത്തിൽ പവറാണ് ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ നാട്ടിൽ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുന്ന ആരാണ്? ജോർജാണ്. അപ്പം ജോർജിനൊപ്പരം ഗോട്ടി കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട ഈ കഥാനായകൻ. ജോർജ് എന്താണ് വരാത്തത്, അല്ലേ? ജോർജ് എന്താണ് നിങ്ങൾ വരാത്തതെന്ന് ചിന്തിക്കുകയാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട പയ്യനായ ഈ കൊച്ചുബാലൻ ജോർജ്, അല്ലേ? ഓ, ജോർജിന് പനിയല്ലേ? രാമൻകുട്ടിയാണ് അവനോടത് പറഞ്ഞത്. അല്ല, ജോർജിന് പനിയാടാ, രാമൻകുട്ടി ഈ കുട്ടിയോട് പറഞ്ഞു. അവനത് മല്ലികയോടും എല്ലാവരോടും പറഞ്ഞിരുന്നു. ജോർജിൻ്റെ വീട് അവൻ വരുന്ന വഴിക്കാണ്. ജോർജിന് പനിയാണെന്ന് നമ്മുടെ കഥാനായകൻ തിരിച്ചറിയുകയാണ്. അപ്പുകുട്ടൻ ശ്രദ്ധിക്കുന്നില്ല. മാസ്റ്റർ, അപ്പുകുട്ടൻ നമ്മുടെ കഥാനായകൻ ശ്രദ്ധിക്കുന്നില്ല മാസ്റ്റർ. അതായത് മാഷ് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് പുസ്തകം തുറന്ന് മുമ്പിൽ വെച്ചു. തീവണ്ടിയുടെ പാഠമാണ്. തീവണ്ടി 37-ാം പേജിലാണത്. വീട്ടിൽ നിന്ന് അവനത് വായിച്ചിട്ടുണ്ട്, അല്ലേ? വീട്ടിൽ നിന്നും അവൻ ആ പാഠപുസ്തകം തീവണ്ടിയുമായി ബന്ധപ്പെട്ട് ഈ പാഠഭാഗം വായിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ മുഴുവനും ഗോട്ടികളായിരുന്നു. വരുന്ന വഴിയിലെ പീടികയിലെ ചില്ലും പാത്രത്തിൽ കണ്ട മഞ്ഞ നിറമുള്ള, പച്ച നിറമുള്ള, കറുപ്പ് നിറമുള്ള ആ ഗോട്ടികളിലേക്ക്, പച്ച വരകളുള്ള ആ ഗോട്ടിയിലേക്ക് അവൻ്റെ കണ്ണിങ്ങനെ മെല്ലെ പോവുകയാണ്. അതുമാത്രമാണ് ക്ലാസ്സിലിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിലെ ചിന്ത. പാഠപുസ്തകങ്ങളല്ല, ഗോട്ടിയാണ് അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ചൂരലിൻ്റെ അറ്റം കൊണ്ട് ഇടയ്ക്കിടെ മേശപ്പുറത്ത് കൊട്ടി മാസ്റ്റർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടികളെ, നിങ്ങളിൽ പലരും തീവണ്ടി കണ്ടിരിക്കും. അതിന് ആവി വണ്ടി എന്നുകൂടി പേരുണ്ട്. കാരണം ആവിയുടെ ശക്തി നിമിത്തമാണ് അതിൻ്റെ യന്ത്രം ചലിക്കുന്നത്. ആവി എന്ന് വെച്ചാൽ നീരാവി, നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ, അല്ലേ? അപ്പോൾ ആവി വണ്ടിയെക്കുറിച്ച്, പണ്ട് തീവണ്ടി എന്ന് പറഞ്ഞാൽ ആവിയിലൂടെയാണ് പോവുക. തീ കനലിട്ട് കൊടുക്കണം, കരി, അങ്ങനെയാണ് പോയി. ഇന്ന് ഇലക്ട്രിക് ട്രെയിൻ വരെ എത്തിയല്ലേ? അത്തരത്തിൽ പണ്ട് ആവിയിലൂടെ പോകുന്ന തീവണ്ടിയായിരുന്നു, കരി ഇട്ട് കൊടുക്കണം. പിന്നീട് പെട്രോളും ഡീസലിനും പോകുന്ന തീവണ്ടിയായി. ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഇലക്ട്രിക്കിലൂടെ പോകുന്ന തീവണ്ടിയായല്ലേ? അപ്പോൾ പണ്ട് എന്താണ്? ആവിയിലൂടെ പോകുന്ന തീവണ്ടിയാണ്. ആ പാഠഭാഗമാണ് ഇവിടെ എടുക്കുന്നത്. അപ്പുക്കുട്ടനും ആലോചിച്ചു. തീവണ്ടി, അതവൻ കണ്ടിട്ടുണ്ട്, അല്ലേ? തുക്ക് 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 തുക്ക്, അതാണ് തീവണ്ടി. അത് ആവി വണ്ടി കൂടിയും, അത് ആവി വണ്ടിയും കൂടിയാണ്. ആവി വണ്ടി എന്ന് വെച്ചാൽ, അല്ലേ? അപ്പം അപ്പുക്കുട്ടൻ ആലോചിച്ചു. അവൻ തീവണ്ടി കണ്ടിട്ടുണ്ട്, അല്ലേ? ഇങ്ങനെ തീവണ്ടി പോവല്ലേ? അപ്പോൾ അവൻ ആലോചിച്ചിട്ടുണ്ട് ഈ തീവണ്ടി എങ്ങനെയാണ്, അല്ലേ? ടുക്കു ടുക്കു ടുക്കുന്ന് പോകുന്ന തീവണ്ടിയെക്കുറിച്ച് അവൻ ആലോചിച്ച് നോക്കി. അതാണ് ഇവിടെ പറയുന്നത്. മാസ്റ്ററുടെ ശബ്ദം അല്പം കുറഞ്ഞു. അയാൾ ഓരോ ഭാഗവും പ്രത്യേകം വിവരിക്കുകയാണ്. വെള്ളം നിറച്ചു വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ബോയിലർ എന്ന് പറയും. ഇരുമ്പ് കൊണ്ടുള്ള ഒരു വലിയ പീപ്പയാണ്. അപ്പോൾ ആവി വണ്ടി എന്നാൽ എന്താണെന്ന് അവൻ ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു, വെള്ളം ഒഴിച്ചുകൊണ്ട് അതിൻ്റെ ആവിയിൽ പവറിൽ പോകുന്ന വണ്ടിയാണ് തീവണ്ടി എന്ന് പറയുക. ഈ വെള്ളം ഒഴിക്കുന്നതിനെ ബോയിലർ എന്ന് പറയുന്നു. ഇരുമ്പ് കൊണ്ടുള്ള വലിയ ഒരു കുപ്പി ഭരണി, അതിൽ നിറയെ പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. ജോർജ് സുഖക്കേടുമാറി വന്നാൽ അവനത് ജോർജിനോട് പറയും. അപ്പോൾ അവൻ എന്തൊരു സന്തോഷമായിരിക്കും, അല്ലേ? അപ്പം നമ്മുടെ
കഥാനായകൻ ഈ കുട്ടി ചിന്തിക്കുന്ന ക്ലാസ്സിൽ നിന്ന് എന്താണ്, ജോർജ് പനിമാറി വരട്ടെ, അവനോട് ഞാൻ പറഞ്ഞു കൊടുക്കും ഈ പീടിയിൽ ഒരുപാട് ഗോട്ടികളുണ്ട്, പച്ച നിറത്തിലെ വരകളുള്ള ഗോട്ടികൾ. അത് കേൾക്കുമ്പോൾ ജോർജ് സന്തോഷമാകും, കാരണം ജോർജിനും നമ്മുടെ ബാലനും എന്ത് കളിക്കാം, ആ ഗോട്ടി കളിക്കാലോ. അവർ രണ്ടുപേർ മാത്രമേ കളിക്കുകയുള്ളൂ, വേറെ ആരെയും കൂട്ടില്ല. അപ്പോൾ ജോർജിനും നമ്മുടെ അപ്പുക്കുട്ടനും കൂടി ഒരുമിച്ച് ഗോട്ടി കളിക്കാമെന്ന വ്യവസ്ഥയിലെത്തി. അവർ ഗോട്ടി കളിക്കാമെന്ന ചിന്തയിലാണ് ഈ കുട്ടി ക്ലാസ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചോക്കിൻ കഷ്ണം അവൻ്റെ മുഖത്ത് വന്നുകൊണ്ടു. പരിചയം നിമിത്തം അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. മാസ്റ്റർക്ക് ദേഷ്യം വന്നിരുന്നു. അപ്പോൾ ഈ കുട്ടി ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് ഈ ഗോട്ടിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത, പാഠഭാഗം ചിന്തിക്കുന്നേയില്ല. തൻ്റെ ക്ലാസ്സിൽ വരാത്ത ജോർജിനെ കുറിച്ച് ചിന്തിച്ചു. ജോർജ് വരുമ്പോൾ ഈ ഗോട്ടി കണ്ട കാര്യം പറയാം, ഒരുമിച്ച് കളിക്കാമല്ലോ. അപ്പോൾ ജോർജിനും ഇവർ ഒരുമിച്ച് കളിക്കാമെന്ന ചിന്തയിലായിരുന്നു ഈ കുട്ടി ക്ലാസ്സിൽ മുഴുവൻ ഇരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അധ്യാപകൻ ചോക്കെടുത്ത് എറിഞ്ഞു, അത് അവൻ്റെ മേലിൽ കൊണ്ടു. അപ്പോൾ ഒരുപാട് ചോക്കേറ് കിട്ടിയതുകൊണ്ട് അവനൊരു സംശയം വന്നില്ല. അവൻ നേരെ എണീച്ച് നിന്നു. താൻ എന്താ അവിടെ കാട്ടുന്നത്? അല്ല, അധ്യാപകൻ ചോദിക്കുകയാണ്, എന്താടാ താൻ കാട്ടുന്നത്? പഠിക്കുന്നുണ്ടോ? സ്വപ്നം കണ്ടിരിക്കുകയാണോ? അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. പറയൂ, അവൻ മിണ്ടാതെ നിന്നു. പറയടാ, നീ എന്തിനാ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്നത്? അല്ല, നീ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? നീ പറയടാ എന്ന് പറഞ്ഞു. പറയില്ലേ? അയാൾ അപ്പുക്കുട്ടൻ അടിച്ചു വന്നു. അപ്പുക്കുട്ടൻ ക്ലാസ്സിൽ ഒന്നും മിണ്ടുന്നില്ല, അവൻ എന്തോ ചിന്തിച്ചിരിക്കുക, പഠിക്കുന്നുമില്ല. ഇപ്പം അധ്യാപകൻ പോയിട്ട് പറയാണ്, നീ എന്താ ക്ലാസ് എടുക്കുമ്പോൾ സംസാരിച്ചിരിക്കുന്നത്, നീ എന്താണ് ഈ ചിന്തിച്ചിരിക്കുന്നത് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ക്ലാസ് മുഴുവൻ വീർപ്പടക്കിയിരിക്കുകയാണ്. അവൻ്റെ പരിഭ്രമം വർദ്ധിച്ചു, അവൻ്റെ ടെൻഷൻ വർദ്ധിച്ചു എന്ന് പറയുന്നു. ഞാനിപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്? ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് വളരെ കാലത്തെ സർവീസുള്ള മാസ്റ്റർക്ക് അറിയാൻ കഴിഞ്ഞു, അല്ലേ? ആ കുട്ടി മുഖത്ത് എന്തോ ഒരു സങ്കടമുണ്ട്, ആ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം നിമിത്താണ് അവൻ അവിടെ ഇരിക്കുന്നത്. ആ ദുഃഖത്തെ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്നാണ് പറയുന്നത്, അല്ലേ? ആ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം എന്താണെന്നാണ് ഈ അധ്യാപകൻ പറയുന്നത്. അധ്യാപകന് മനസ്സിലായി, ആ കുട്ടി ഏതോ ഒരു ദുഃഖം പേറുന്ന കുട്ടിയാണ്. ആ ദുഃഖത്തെ മറികടക്കാൻ വേണ്ടി എന്തോ ഒന്ന് ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം എന്തോ ഒരു സങ്കടവുമായി എന്തോ ഒന്ന് ആലോചിച്ചിരിക്കുന്ന തൻ്റെ വിദ്യാർത്ഥിയാണെന്ന് അധ്യാപകൻ അപ്പുക്കുട്ടനെ കണ്ടപ്പോൾ മനസ്സിലായി. ഒരു പക്ഷേ അവൻ പാഠം ശ്രദ്ധിച്ചിരിക്കാം, പക്ഷെ അവൻ എന്തോ ചിന്ത എങ്ങോട്ടോ പോയി. അങ്ങനെയാണെങ്കിൽ മനസ്സിലുള്ള ഉത്തരം പുറത്തു കൊണ്ടുവരാനാണ് അയാൾ ശ്രമിക്കേണ്ടത്, അല്ലേ? മനസ്സിലുള്ള ഉത്തരം പുറത്തു കൊണ്ടുവരാൻ അയാൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് അയാളുടെ വിജയം. അപ്പം മനസ്സിലുള്ള ഉത്തരം എന്തോ അയാളുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ള ഉത്തരം എന്താണെന്ന് അയാൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം ആ ഉത്തരം എന്താണ്? ആ കുട്ടിക്ക് എന്തോ ഒന്ന് ആവശ്യമുണ്ട്, അല്ലേ? തൻ്റെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുമ്പോഴാണ് അധ്യാപകനെ കൊണ്ട് ആവശ്യം. തൻ്റെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ദുഃഖം പേറുമ്പോൾ, എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനാണ് അധ്യാപകൻ വേണ്ടത്. അല്ലാണ്ട് ഒരു കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷിക്കാൻ മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയെ രക്ഷിക്കാനും അധ്യാപകന് ധർമ്മമുണ്ട്, കടമയുണ്ട് എന്നുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ് കഥാകാരൻ. പറഞ്ഞോളൂ, അതുതന്നെ, പേടിക്കേണ്ട. അദ്ദേഹം പറഞ്ഞു, എനിക്കെന്താ പ്രശ്നം, നീ പറയടാ എന്ന് പറഞ്ഞു. അപ്പുക്കുട്ടൻ്റെ നാക്കിൻ തുമ്പത്ത് ഉത്തരം വന്ന് തങ്ങി നിൽക്കുന്നത് മാസ്റ്റർ കണ്ടു. അപ്പുക്കുട്ടൻ എന്തോ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അവൻ്റെ ഉത്തരം അവൻ്റെ തുമ്പത്തുണ്ട്, അവന് പറയാൻ പറ്റുന്നില്ല, അല്ലേ? പറഞ്ഞോളൂ, അത് തന്നെ, നീ പേടിക്കാണ്ട് പറയടാ എന്ന് മോനെ എന്ന് നമ്മുടെ അധ്യാപകൻ അപ്പുക്കുട്ടനോട് പറഞ്ഞു. അപ്പുക്കുട്ടൻ്റെ നാക്കിൻ തുമ്പത്ത് ഉത്തരം അങ്ങി നിൽക്കുന്നത് മാസ്റ്റർ കണ്ടു. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഗോട്ടി, അല്ലേ? ഗോട്ടി എന്നവൻ പറഞ്ഞു. മാഷേ, എനിക്ക് ഗോട്ടി വേണം മാഷേ, ഞാൻ വരുന്ന വഴിയിൽ ഗോട്ടി കണ്ടു മാഷേ, ആ ഗോട്ടി എനിക്ക് വാങ്ങണം മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുക്കുട്ടൻ മാഷോട് പറഞ്ഞു, മാഷേ, എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് ഗോട്ടിയാണ്, വേറെ ഒന്നുമല്ല. അധ്യാപകൻ ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം? അവൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഗോട്ടിയാണുള്ളത് മാഷേ എന്ന്, അല്ലേ? ഗോട്ടി. അയാൾ പകച്ചു നിന്നു. ക്ലാസ്സിൽ ഭൂകമ്പമായിരുന്നു. ഗോട്ടിയോ? ഗോട്ടി നിൽക്ക് വേണ്ടി? ആ അധ്യാപകൻ പകച്ചുപോയി. സ്റ്റാൻഡ് അപ്പ് ഓൺ ദി ബെഞ്ച്, അല്ലേ? ബെഞ്ച് കയറി നിൽക്കടാ എന്ന് പറഞ്ഞു. സ്റ്റാൻഡ് അപ്പ്. മാസ്റ്ററുടെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു, അല്ലേ? തീപ്പൊരി. മാസ്റ്റർക്ക് ദേഷ്യം വന്നു. ക്ലാസ് എടുക്കുമ്പോൾ ഗോട്ടിയെക്കുറിച്ചാണ് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു. അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ബെഞ്ചിന്മേൽ കയറി. അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് ബെഞ്ചിൻ്റെ മുകളിൽ കയറിയിരുന്നു. അടുത്ത ക്ലാസ്സിലെ ടീച്ചർ വാതിൽക്കൽ വന്നെത്തി നോക്കി. അടുത്ത ക്ലാസ്സിലെ ടീച്ചറെ വാതിൽക്കൽ വന്ന് എത്തി നോക്കി, അല്ലേ? അടുത്ത ക്ലാസ് ടീച്ചറെ നോക്കുകയാണ്, എന്താ പറ്റിയതെന്ന് ടീച്ചർമാർ നോക്കി. വീണ്ടും കൂട്ടച്ചിരി ഉണ്ടായി. അവന് വീണ്ടും കൂട്ടച്ചിരിയായി, അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവന് എല്ലാ ക്ലാസ്സിലെ കുട്ടികളും കൂട്ടച്ചിരിയായി. എത്ര ശ്രമിച്ചിട്ടും അവന് സങ്കടം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല.
അവൻ വിതുമ്പിക്കരഞ്ഞു. പക്ഷേ കരയും തോറും സങ്കടം വർദ്ധിച്ചു വന്നതേയുള്ളൂ. എല്ലാവരും അവനെ നോക്കി പരിഹസിക്കുകയാണ്. എല്ലാവരും രാമൻകുട്ടിയും മല്ലികയും ഒക്കെ. ഇപ്പം എല്ലാവരും വിചാരിച്ചു അവനെന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അവൻ നിസ്സാരമായി പറഞ്ഞു ഗോട്ടിയാണെന്ന്. അപ്പം അത് കേട്ടപ്പോൾ ആൾക്കാർ മുഴുവൻ ചിരിക്കുകയാണ്. ഗോട്ടിയോ? ഈ ഗോട്ടിക്ക് വേണ്ടിയാണടാ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് മല്ലികയും സുഹൃത്തുക്കളും രാമൻകുട്ടിയും എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു. പക്ഷേ ആ ഗോട്ടി എന്ന് പറയുന്നത് ചില്ലറ ആഗ്രഹമല്ല. ആ ഗോട്ടി എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിലെ ചെറിയ ആഗ്രഹമല്ല. അവൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹമായിരുന്നു, കൊതിയായിരുന്നു ഗോട്ടി. ജോർജിനൊപ്പം ഗോട്ടി സന്തോഷത്തോടെ കളിക്കണമെന്ന് അവൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹത്തെയാണ് ഇവിടെ പറയുന്നത്. ബെഞ്ചിന്മേൽ നിന്നുകൊണ്ട് അവൻ ആലോചിച്ചു. ആ ബെഞ്ചിന് മുകളിൽ കയറിക്കൊണ്ട് അവൻ ആലോചിക്കുകയാണ്. എന്താ ആലോചിച്ചത്? കാണിച്ചു കൊടുക്കാം അവർക്കൊക്കെ അല്ലേ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക്, എന്നെ കളിയാക്കുമല്ലേ, അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. അവർ പറഞ്ഞു ജോർജ് വരട്ടെ, ജോർജ് വന്നാൽ അല്ലേ, എൻ്റെ ഫ്രണ്ട് ജോർജ് വരട്ടെ, അപ്പം വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും, ഞാനും ജോർജും ഗോട്ടി കളിക്കും, എല്ലാവരെയും സന്തോഷിപ്പിക്കും, എന്താണ് എല്ലാവരും അസൂയപ്പെടുത്തുമെന്ന് ആര് ചിന്തിക്കുകയാണ്? നമ്മുടെ പ്രിയപ്പെട്ട അപ്പുക്കുട്ട ചിന്തിക്കുകയാണ്. ജോർജ് വന്നാൽ അവൻ ഗോട്ടി വാങ്ങും, കളിക്കാൻ അവരൊന്നും വിളിക്കില്ല. ആ ഗോട്ടി കണ്ടാൽ അവരൊക്കെ ആശിച്ചു പോകും. അത്ര ചന്തമുള്ള ഗോട്ടികളാണ്. പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും അല്ലേ. നമ്മളെ അപ്പുക്കുട്ടൻ പറയാണ്, എൻ്റെ ഫ്രണ്ട് ജോർജ് വരട്ടെ, ഞാൻ കാണിച്ചാൽ എല്ലാവർക്കും, ഞാനും ജോർജും കൂടി ഗോട്ടി കളിക്കും, അപ്പം നിങ്ങൾ അസൂയോടെ കൊതിച്ച് നിൽക്കും ആ ഗോട്ടി കിട്ടാൻ, ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പുക്കുട്ടൻ ചിന്തിക്കുകയാണ്. തൻ്റെ സുഹൃത്ത് ജോർജ് വന്നാൽ ജോർജിനപ്പുറം ഗോട്ടി കളിക്കാലോ, ആ ഗോട്ടി കളിക്കുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളെ ആരും ഞാൻ വിളിക്കൂല, ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു സംശയം, ഗോട്ടി എങ്ങനെ കിട്ടും? ചോദിച്ചാൽ ആ പീഡികക്കാരൻ കൊടുക്കുമോ? ജോർജിനെയും കൂട്ടി ചോദിച്ചാൽ തരുമോ? അല്ലെങ്കിൽ അല്ലേ, ഗോട്ടി എങ്ങനെയാണ് കിട്ടുക? ഗോട്ടി എങ്ങനെ കിട്ടും? ചോദിച്ചാൽ ആ പീഡികക്കാരൻ കൊടുക്കുമോ? ജോർജിനെയും കൂട്ടി ചോദിച്ചാൽ തരുമോ? അല്ലെങ്കിൽ അല്ലേ, ഗോട്ടി ചോദിച്ചാൽ കിട്ടുമോ? ആ പീഡികക്കാരൻ തരുമോ? ജോർജിനെയും കൂട്ടി പോയി ചോദിച്ചാൽ ആ പീഡികക്കാരൻ ഗോട്ടി തരുമോ എന്നൊക്കെയായിരുന്നു പിന്നീട് ആരുടെ ചിന്ത? നമ്മുടെ അപ്പുക്കുട്ടൻ്റെ ചിന്ത. വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. മാസ്റ്റർ അന്നത്തെ പാഠം മതിയാക്കി. ആർക്കും ഒരു സംശയവുമില്ല. അല്ല, നമ്മളെ പോലത്തെ കുട്ടികളാണ്, എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല, അതിൻ്റെ പരീക്ഷയൊക്കെ പൊട്ടും അല്ലേ. മാസ്റ്റർ ക്ലാസ് അവസാനിപ്പിക്കും ചോദിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും ഇന്നെടുത്ത പാഠഭാഗം സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. ആർക്കും സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പുക്കുട്ടൻ്റെ സംശയം തീർന്നിരുന്നില്ല. അവൻ ആലോചിക്കുകയായിരുന്നു. ജോർജിനെയും കൂട്ടി പോയി ചോദിച്ചാൽ തരില്ലേ? അല്ലെങ്കിൽ അതിന് എത്ര പൈസയാകും? വാങ്ങാമെന്ന് വെച്ചാൽ അല്ലേ. ജോർജിനെയും കൂട്ടി പോയിട്ട് ആ ഗോട്ടി ചോദിച്ചാലെന്ന് അപ്പുക്കുട്ടൻ ചിന്ത. അപ്പുക്കുട്ടൻ്റെ മനസ്സിൽ സംശയങ്ങളോട് സംശയമാണ്. എന്താ സംശയം? ജോർജിനെയും കൂട്ടി പോയിട്ട് ആ ഗോട്ടിയെ എവിടുന്ന് വാങ്ങാമെന്ന് ചോദിച്ചാലോ എന്ന് അപ്പുക്കുട്ടൻ സംശയം. ആ ഗോട്ടി എവിടുന്ന് കിട്ടും, എത്ര പൈസക്ക് വാങ്ങാൻ പറ്റുന്നൊക്കെയായിരുന്നു അപ്പുക്കുട്ടൻ്റെ മനസ്സിൽ അപ്പത്തെ കാര്യം എന്ന് പറയുന്നത്. രാമൻകുട്ടി സംശയം ചോദിച്ചു, അമ്മിണി സംശയം ചോദിച്ചു, പലരും ചോദിച്ചു. അപ്പുക്കുട്ടൻ എന്തിനാ ആലോചിക്കുന്നത് മാസ്റ്റർ അല്ലേ? രാമൻകുട്ടി ചോദിച്ചു. നമ്മളെ മല്ലികയും അമ്മിണിയും ചോദിച്ചു അപ്പുക്കുട്ടനോട്, നീ എന്താണ് ആലോചിക്കുന്നത്? മാസ്റ്റർ ചോദിച്ചോളൂ, എന്താ സംശയം? കുട്ടികളൊക്കെ തിരിഞ്ഞിരുന്ന് അവൻ്റെ നേരെ നോക്കി. സംശയമുണ്ടായിരുന്നു. ജോർജിനെയും കൂട്ടിപ്പോയാൽ തരുമോ? അല്ലെങ്കിൽ എത്ര പൈസയാകും? അരയണ കൊടുത്താൽ കിട്ടുമോ? ഒരണ കൊടുത്താൽ കിട്ടുമോ? അല്ലെങ്കിൽ അല്ലേ, അപ്പുക്കുട്ടന് സംശയമുണ്ട്. എന്താ സംശയം? ജോർജിനെയും കൂട്ടിപ്പോയിട്ട് ആ ഗോട്ടി വാങ്ങിയാലോന്ന്. ഗോട്ടിക്ക് എത്ര പൈസയാവുന്ന അവൻ്റെ സംശയം. അരയണ കൊടുത്താൽ കിട്ടുമോ? ഒരെണ്ണ കൊടുക്കണോ? എത്ര കൊടുത്താലാണ്? എത്ര പൈസ? അണ വെച്ചാൽ പണ്ടത്തെ പൈസ കേട്ടോ, ഇപ്പോഴാണ് ഇല്ല. പണ്ട് പൈസ അണക്കൊക്കെ കിട്ടും, 1.5, പിന്നെ 4 ചക്രം 3 ചക്രം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എത്ര പൈസ കൊടുത്താലാണ് ആ ഗോട്ടി കിട്ടുക എന്ന സംശയമാണ് ആരുടെ മനസ്സിൽ? ഇവിടെ അപ്പുക്കുട്ടൻ്റെ മനസ്സിലുള്ളത്. എന്താ ആലോചിക്കുന്നത്? പൈസ. എത്ര പൈസയാകുമെന്ന്? എന്തിന്? അവനൊന്നും പറഞ്ഞില്ല. പച്ച നിറത്തിൽ വരകളോടുകൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ അവൻ്റെ മുമ്പിലൂടെ ഉരുണ്ടുപോയി. മാസ്റ്റർ ചോദിച്ചു, തീവണ്ടിക്കാണോ? അവൻ തലയാട്ടി. വിഡ്ഢി, തീവണ്ടി വാങ്ങാൻ കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ നീ എന്തു ചെയ്യും? അവൻ കളിക്കും, ജോർജിൻ്റെ കൂടെ കളിക്കും. തീവണ്ടിയല്ല, ഗോട്ടിയല്ല. മാസ്റ്റർ ചോദിച്ചു, നിനക്കെന്താ വാങ്ങണമെന്ന് മാസ്റ്റർ ചോദിക്കണം. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് ഗോട്ടി വാങ്ങണം മാസ്റ്റർ എന്നാണ് പറഞ്ഞല്ല. അവൻ മാസ്റ്റർ കയ്യിൽ നിന്ന് അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു, എനിക്ക് തീവണ്ടിയാണ് വാങ്ങേണ്ടതെന്ന് തലയാട്ടി. അവൻ്റെ സ്വപ്നം മുഴുവൻ എന്താണ്? ഗോട്ടിയാണ്. അപ്പോൾ മാസ്റ്റർ കളിയാക്കിയുടെ വിഡ്ഢി, തീവണ്ടി വാങ്ങാൻ കിട്ടുമോ? അതോ വാങ്ങിയാൽ തന്നെ നിനക്ക് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ കളിക്കും. അവൻ എന്താ കളിക്കാം? തീവണ്ടിയല്ല, ജോർജിനെയും കൂട്ടിക്കൊണ്ട് ഗോട്ടി കളിക്കും. അപ്പം ഗോട്ടി മാത്രമാണ് അപ്പുക്കുട്ടൻ്റെ മനസ്സിലെ ഇന്നത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ഒരു കടലാസുമായി പ്യൂൺ വന്നു അല്ലേ. അപ്പോൾ അവിടെ പ്യൂൺ വരികയാണ്. ഒരു കടലാസുമായിട്ടാണ് പ്യൂൺ വന്നത്. മാസ്റ്റർ പറഞ്ഞു, ഫീസ് കൊണ്ടുവന്നവരെല്ലാം പോയി കൊടുത്തോളൂ. അമ്മിണിയും ഐവാനും
മുഹമ്മദ് കുഞ്ഞിയും രാജനും മാധവനും ഒഴികെ എല്ലാവരും പോയി. അപ്പോൾ പ്യൂണ് വന്നിട്ട് പറഞ്ഞു ഫീസ് കൊണ്ടുവന്നവർ ഫീസ് കൊടുക്കുക അല്ലേ, ബാക്കിയുള്ളവരൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫീസ് കൊണ്ടുവന്നവരൊക്കെ കൊടുക്കാൻ പോയി. ബാക്കിയുള്ള കുറച്ച് കുട്ടികൾ ഫീസ് കൊണ്ടുവരാത്തവരെ ക്ലാസ്സിലിരുന്നു. എല്ലാവരും പോയി. രാജൻ പോകുമ്പോൾ അവനെ പതുക്കെ ഒന്ന് നുള്ളി. അവൻ കാൽ വലിച്ചു കളഞ്ഞു. അപ്പോൾ രാജൻ പോകുമ്പോൾ, അവൻ്റെ സുഹൃത്ത് രാജൻ പോകുമ്പോൾ ഈ അപ്പുക്കുട്ടൻ എല്ലാം നുള്ളി. സുഹൃത്തുക്കൾ പോകുമ്പോൾ നമ്മൾ കുർത്തകൾ കാണിക്കുമല്ലോ. അപ്പോൾ രാജൻ പോകുമ്പോൾ നമ്മളെ സുഹൃത്തായ അപ്പുക്കുട്ടൻ നുള്ളി. അവൻ കാൽ വലിച്ചു കളഞ്ഞു. അവൻ ഓർത്തു, ഓ അവനും ഫീസ് കൊടുക്കണം. അച്ഛൻ അവന് 1.5 ഉറുപ്പിക കൊടുത്തിട്ടുണ്ട് അല്ലേ. അച്ഛൻ അവന് 1.5 ഉറുപ്പിക കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നമ്മുടെ അപ്പുക്കുട്ടൻ അച്ഛൻ എത്ര കൊടുത്തു? 1.5 രൂപ പൈസ കൊടുത്തിട്ടുണ്ട്, 1.5 ഉറുപ്പിക കൊടുത്തിട്ടുണ്ട് ഫീസ് അടക്കാൻ. അവൻ കീശയിൽ കൈയിട്ടു. 1 ഉറുപ്പികയുടെ ഒരു നോട്ടും 8 അണയും. അവൻ ബെഞ്ചിന്മേൽ നിന്ന് ഇറങ്ങിയല്ലേ. 1 രൂപയുടെ ഒരു നോട്ടും 8 അണയും അവൻ്റെ കീശയിലുണ്ട്. എവിടേക്കാണ് മാസ്റ്റർ? എവിടേക്കാണ് മാസ്റ്റർ ചോദിച്ചു. മാസ്റ്റർ ചോദിച്ചു, നീ എവിടേക്കാണ് പോകുന്നത്? ഗദ്ഗതത്തിൻ്റെ നേർത്ത കുമിളകൾ അവൻ്റെ ഹൃദയത്തിൽ പോകും. ഗദ്ഗതം വെച്ചാൽ പറയാൻ അവസ്ഥ. അവൻ്റെ നേർത്ത കുമിളകൾ അവൻ്റെ മനസ്സിൽ വന്നു. അവനൊന്നും പറയാൻ കിട്ടുന്നില്ല. ഫീസ് കൊടുക്കണം മാസ്റ്റർ, എനിക്ക് ഫീസ് കൊടുക്കണമെന്ന് അവൻ പറയാണ് മാസ്റ്ററോട്. മാസ്റ്റർ, എൻ്റെ അച്ഛൻ എനിക്ക് ഫീസ് അടക്കാൻ പൈസ തന്നിരുന്നു, അത് ഞാൻ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഓൺ ദ ബെഞ്ച്. മാസ്റ്റർ അവന് സംശയിച്ചു നിന്നു. ഓൺ ദ ബെഞ്ച്. അവൻ ബെഞ്ചിന്മേൽ കയറി നിന്ന് കരയാൻ തുടങ്ങി അല്ലേ. മാസ്റ്റർ പറഞ്ഞു, നീ പോകണ്ട, നീ ബെഞ്ചിൽ നമ്മൾ കയറിക്കുന്നു പറഞ്ഞു. ഇനി ക്ലാസ് ശ്രദ്ധിക്കുമോ? ആ ശ്രദ്ധിക്കും. ഇനി മാസ്റ്റർ എന്ത് പറഞ്ഞാൽ ശ്രദ്ധിക്കും കേട്ടോ എന്ന് പറഞ്ഞവൻ. അങ്ങനെ മാസ്റ്റർ അവനെ എന്ത് വിട്ടു? ഫീസ് അടക്കാൻ വേണ്ടി വിട്ടു. എന്നാൽ പൊയ്ക്കോളൂ. അവൻ പോയി. എന്നാൽ നീ ഫീസ് അടച്ചിട്ട് വാ എന്ന് ആര് പറഞ്ഞു? മാസ്റ്റർ പറഞ്ഞു അവനോട്. ആ ഫീസ് മുറിയിൽ തിരക്കായിരുന്നു. അവൻ ഫീസ് അടക്കാൻ പോയി. ആ ഫീസ് മുറിയിൽ നിറയെ കുട്ടികളാണ്, തിരക്കായിരുന്നു. നിങ്ങൾ ഓരോരുത്തരായി വരിൻ കുട്ടികളെ, ക്ലർക്ക് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരായി ഇവിടെ വരുവിൻ കുട്ടികളെ എന്ന് ക്ലർക്ക് പറഞ്ഞു. ഞാനാ ആദ്യം വന്നത്. എൻ്റെ ബാക്കി. ഇപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ ശബ്ദം ഉണ്ടാക്കിയാണ്. ഞാനാ ആദ്യം വന്നത്, ഞാനാ എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാണ്. ആ ബഹളത്തിൽ നിന്ന് അപ്പുക്കുട്ടൻ മാറി നിന്നു. അപ്പോൾ അപ്പുക്കുട്ടൻ ആ ബഹളത്തിൽ എവിടെയുമില്ല, അവനിങ്ങനെ മാറി നിൽക്കാണ്. രാമൻകുട്ടി ഫീസ് അടച്ചു. മല്ലിക ഫീസ് അടച്ചു. അല്പം പേരെ ഇനി ബാക്കിയുള്ളൂ അല്ലേ. രാമൻകുട്ടി, മല്ലിക എല്ലാവരും ഫീസ് അടച്ചു. അപ്പുക്കുട്ടൻ മാറി നിൽക്കാണ്. അപ്പോൾ കുറച്ച് പേര് മാത്രമേ ഇനി ഫീസ് അടക്കാനുള്ളൂ എന്നാ പറയുന്നത്. അവൻ ആലോചിക്കുകയായിരുന്നു. എന്താണ് അവൻ ആലോചിച്ചത്? ജോർജിനെയും കൂട്ടിപ്പോയാൽ തരില്ലേ? തരും ഒരുപക്ഷെ. അല്ലെങ്കിൽ എത്ര പൈസയാകും? അരയണ, ഒരണ. അപ്പുക്കുട്ടൻ്റെ മനസ്സിൽ ഫീസോ ക്ലാസ്സോ ഒന്നുമല്ല. അവൻ്റെ മനസ്സിൽ ഗോട്ടികളാണ്, നിറയെ ഗോട്ടികൾ, പച്ച നിറത്തിലുള്ള വരകളുള്ള ഗോട്ടികൾ. അപ്പോൾ തൻ്റെ ഫ്രണ്ട് പനി പിടിച്ച് കിടക്കുന്ന ജോർജിനെയും പോയി കൂട്ടിയാൽ ആ ഗോട്ടി കിട്ടുമെന്ന് സംശയമാണ് ആരുടെ ഉണ്ടായിരുന്നത്? നമ്മുടെ അപ്പുക്കുട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട ഗോട്ടികൾ. മക്കൾ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടറിയോ? പച്ച നിറത്തിൽ വരകളോട് കൂടിയ ഗോട്ടികൾ എന്ന് അവൻ്റെ ആഗ്രഹം കൊണ്ടാണ്. ആ ഗോട്ടി വാങ്ങാനുള്ള അവൻ്റെ അതിയായ ആഗ്രഹത്തെയാണ് ഈ വരികളിലൂടെ പറയുന്നത്. മണിയടിച്ചപ്പോൾ ഫീസ് കൊടുത്തവരും കൊടുക്കാത്തവരുമൊക്കെ അവിടെ നിന്ന് പോയി. അപ്പം മണിയടിച്ചപ്പോൾ ഫീസ് കൊടുത്തവരും കൊടുക്കാത്തവരുമൊക്കെ അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അപ്പം മണിയടിച്ചു, ഫീസ് കൊടുത്തവരും കൊടുക്കാത്തവരും അവിടെ നിന്ന് എവിടേക്കോ പോയി. ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെ അവനും പോയി. അവനും അവിടെ നിന്ന് എന്താണ്? ഉറങ്ങിയ പോലെ തന്നെയാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു, ക്ലാസ് ഒന്നും കേൾക്കാണ്ട് സ്വപ്നത്തിൽ ഗോട്ടിയെ മാത്രം കണ്ട അവനും എണീച്ച് എവിടേക്കോ പോവുകയാണ്. എല്ലാവരും ഫീസ് കൊടുത്തുവോ? ക്ലാസ് വിടുന്നതിന് മുമ്പായി മാസ്റ്റർ ചോദിച്ചു. എല്ലാവരും ഫീസ് കൊടുത്തോ അല്ലേ? ചോദിക്കുകയാണ്, എല്ലാവരും ഫീസ് കൊടുത്തോ? ക്ലാസ് വിടുന്നതിന് മുമ്പായി മാസ്റ്റർ ചോദിച്ചു. അവൻ എഴുന്നേറ്റില്ല, കാരണം അവൻ ഫീസ് അടച്ചില്ല. വൈകുന്നേരം അവിടെയും ഇവിടെയും ഒക്കെയായി അല്പനേരം ചുറ്റിപ്പറ്റി നിന്നു. നനഞ്ഞ മണ്ണിൽ കുഴി കുഴിച്ച് കുട്ടികൾ ഗോട്ടി കളിക്കുന്നുണ്ടായിരുന്നു. അവൻ അവരുടെ അടുക്കിലേക്ക് പോയില്ല. വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ അവിടെ നിന്ന് ഗോട്ടി കളിക്കുന്നുണ്ട്, പക്ഷെ അവനൊന്നും അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. അവന് പുതിയ ഗോട്ടികൾ വാങ്ങണമായിരുന്നു. ഗേറ്റിൻ്റെ അഴി പിടിച്ചുകൊണ്ട് അവൻ നിരത്തിന്മേലേക്ക് നോക്കി. അവിടെ ആ വളവിലാണ് പീടിക. പീടികയിൽ ഒരൽമാര. പുറത്തു നിന്നാൽ മതി തൊടാൻ കഴിയും. അൽമാരയിൽ കുപ്പിഭരണികളാണ്. അതിൽ ഒരു ഭരണി നിറയല്ലേ. പുറത്താണ് ആ പീടിക. ആ പീടികയിൽ നിറയെ അലമാരയാണ്. അലമാര ചില്ലും കൂട്ടിലിട്ട് വെച്ച അലമാരയാണ്. അതിലൊരു അലമാരയിലെ ചില്ലും കൂട്ടിലാണ് നിറയെ ഗോട്ടികളെ കാണാൻ സാധിക്കുമെന്ന് അവൻ പറഞ്ഞു. സഞ്ചി ചുമലിലൂടെ ഇട്ട് അവൻ ചാഞ്ചാടിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ ചാഞ്ചാടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നടക്കാണ്.
പീടിക അടുത്തു വരുന്നു. അവൻ്റെ നടത്തത്തിന് വേഗം കൂടി. ആ അൽമാരയുടെ മുമ്പിൽ അവൻ നിന്നു. പീടികക്കാരൻ ചിരിച്ചു. അയാൾ തന്നെ കാത്തു നിൽക്കുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. അവനും ചിരിച്ചു. അവൻ സ്കൂൾ വിട്ട് വൈകുന്നേരം നടന്നു പോകുമ്പോൾ പീടികക്കാരൻ അവനെ കാത്തു നിൽക്കുക. ആ പീടികക്കാരന് ഉറപ്പായിരുന്നു വൈകുന്നേരം ഈ കുട്ടി ഗോട്ടി വാങ്ങാൻ വരുമെന്ന കാര്യം. ആ പീടികക്കാരൻ അവനെ നോക്കി ചിരിച്ചു. എന്താ മോനെ, ഗോട്ടി വേണ്ടേ മോനെ എന്ന് പറഞ്ഞ് ചിരിച്ച് അവൻ പീടികക്കാരനെ നോക്കി ചിരിച്ചു. അപ്പോൾ നടന്ന് എനിക്കും ഗോട്ടി വേണമെന്ന് പീടികക്കാരനോട് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ ഗോട്ടി വാങ്ങാൻ വേണ്ടി പീടികക്കാരൻ്റെ അടുത്തെത്തി. ഗോട്ടി വേണം അല്ലേ, പീടികക്കാരൻ ചോദിച്ചു. അവൻ തലയാട്ടി. എനിക്ക് വേണം എന്ന് പറഞ്ഞു. അയാൾ ഭരണിയുടെ അടപ്പ് തുറക്കുമ്പോൾ അവൻ ചോദിച്ചു. അയാൾ ആ ഭരണിയുടെ അടപ്പ് തുറന്ന് മാറ്റിയപ്പോൾ അവൻ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചേ? നല്ല ഗോട്ടിയാണ് അല്ലേ, നല്ല ഗോട്ടിയായിരിക്കും അല്ലേ എന്ന് ചോദിച്ചവൻ. നല്ല ഒന്നാം തരം ഗോട്ടി. കുട്ടിക്ക് എത്ര ഗോട്ടി വേണം? പീടികക്കാരൻ പറഞ്ഞത് ഒന്നാം തരം മസൽ ISI മാർക്കുള്ള ഗോട്ടിയാടാ മുത്തേ, നീ വാങ്ങടാന്ന് പറഞ്ഞു. അപ്പം അവൻ ചോദിച്ചു, പീടികക്കാരൻ ചോദിച്ചു, നിനക്ക് എത്ര ഗോട്ടിയാടാ മുത്തേ വേണ്ടതെന്ന് ചോദിച്ചു. എത്ര ഗോട്ടി വേണമെന്നോ? എത്ര വേണം? എത്ര? അവൻ കീശയിൽ കൈയിട്ടു. 1 ഉറുപ്പികയും 8 അണയും ഉണ്ട്. അവൻ അതെടുത്തു കാട്ടി. തനിക്ക് അച്ഛൻ ഫീസ് അടക്കാൻ തന്ന 1 ഉറുപ്പിയും 8 അണയും കാട്ടിക്കൊണ്ട് അവൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും പൈസക്ക് ഗോട്ടി വേണം പീടികക്കാരൻ എന്ന് പറഞ്ഞു. പീടികക്കാരൻ ഞെട്ടി. ഓ ഗോഡ്, ഇത്രയും പൈസക്ക് ഗോട്ടിയോ? ആരും ഇത്രയും പൈസക്ക് ഇവിടുന്ന് ഗോട്ടി വാങ്ങിയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണെന്ന പീടികക്കാരൻ ഞെട്ടിപ്പോയി. ഇതിന് മുഴുവനുമോ? മുഴുവനും അവൻ പറഞ്ഞു. അത്ര വലിയ തുകയ്ക്ക് അതിനു മുമ്പ് ഒരു കുട്ടിയും ഗോട്ടി വാങ്ങിയിട്ടില്ല. ഇത്രയും പൈസക്കാരൻ തന്നെ അവിടെ നിന്ന് ഗോട്ടി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ ആവശ്യം? ഒരാവശ്യമുണ്ട് അല്ല, എന്താ ഇതിൻ്റെ ആവശ്യം ആൾക്കാർ ചോദിച്ചു. പീടികക്കാരൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ആവശ്യമുണ്ട്. അതെന്താണ്? അത് ഞാൻ പറയൂല, എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്ക് ഗോട്ടി താങ്കൾ എന്ന് പറഞ്ഞു. പീടികക്കാരൻ ചോദിച്ചു, എന്താ ഇത്രയും പൈസ ഗോട്ടി വാങ്ങി? ഞാൻ പറഞ്ഞു അത് പറയില്ല, അതെൻ്റെ പേഴ്സണൽ ആണെന്ന് പറഞ്ഞല്ലേ. പീടികക്കാരന് മനസ്സിലായി അയാളും ഒരു കാലത്ത് കുട്ടിയായിരുന്നു അല്ലേ. കുട്ടികളുടെ ഉള്ളിലെ വാസന ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഡ്രഗ്സിൻ്റെയും മദ്യപാനത്തിൻ്റെയും പുകവലിയുടെ പുറകെ പോകുന്ന കുട്ടികളെ, മൊബൈൽ ഫോൺ ഗെയിമിൻ്റെ പുറകെ പോകുന്ന കുട്ടികളെ, ഗെയിമിംഗ് ആപ്പിൻ്റെ പുറകെ പോകുന്ന കുട്ടികൾ അറിയണം. ഫോണ് പിടിച്ചു വെച്ചാൽ ആത്മഹത്യ, ബ്രേക്കപ്പ് ആയ ആത്മഹത്യ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ ആത്മഹത്യ, പുറത്ത് വിടാണ്ടെന്ന ആത്മഹത്യ, കുട്ടികളുടെ ട്രെൻഡാണെന്ന് ആത്മഹത്യ, ഒരു വിലയില്ലാണ്ടായി മരണത്തിന്. ഇത്തരത്തിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അറിയണം, പണ്ടത്തെ കുട്ടികൾ ആനന്ദിച്ചിരുന്നവരാണ്, ഒരു ഗോട്ടി കൊണ്ട് സന്തോഷിച്ചവരാണ്, സംതൃപ്തിയിലാണ്ടു പോയവരാണ്. ഇത്തരത്തിൽ ഈ പാഠം നമ്മോട് പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷമുള്ളവരായി തീരുക, നമ്മുടെ കുട്ടിത്തം നല്ല ആസ്വാദ്യകരമായി ആനന്ദിക്കുക. അവിടെ ലഹരിയോ മറ്റ് ഗെയിമുകളോ ഒന്നും കൊണ്ടുവരാതെ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഗോട്ടി കളി, അങ്ങനെ നാടൻ കളികൾ കളിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാല്യകാലത്തിന് വിജയമെന്നാണ് ഈ പാഠം നമുക്ക് തരുന്നത്. അവൻ്റെ ചങ്ങാതിമാരൊക്കെ ചേർന്ന് വാങ്ങുന്നതാണ്, അവൻ മാത്രം വന്നുവെന്നേ ഉള്ളൂ അല്ലേ. അവൻ്റെ ചങ്ങാതിമാരെല്ലാവരും കൂടി ചേർന്ന് വാങ്ങി ഗോട്ടിയായിരുന്നു, അവൻ ഒറ്റയ്ക്ക് വാങ്ങുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഗോട്ടി വാങ്ങിയത് ജോർജും അവനും ഒഴികെ വേറൊരു കുട്ടിയും അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ പെട്ടെന്ന് ചോദിക്കും, വരുന്നോ എന്നോട് കളിക്കാൻ? അപ്പോഴേ ആളുകൾ അറിയാൻ പാടുള്ളൂ അല്ലേ. ജോർജ് ഒരു ദിവസം ചോദിക്കും, വരുന്നോ എന്നോട് കളിക്കാൻ? അപ്പോഴേ ആൾ അറിയാൻ പാടുള്ളൂ എൻ്റെ പക്കൽ ഇത്രയും ഗോട്ടി നടന്ന കാര്യമെന്ന് അവൻ ചിന്തിച്ചു. കുട്ടിക്ക് കളിക്കാൻ അറിയോ? അയാൾ ചോദിച്ചു. അവന് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ, അവന് കളിക്കാറിയില്ല, അവന് കണ്ട ഇഷ്ടത്തിൻ്റെ പുറത്ത് വാങ്ങിയ ഗോട്ടിയായിരുന്നു. പീടികക്കാരൻ ചോദിച്ചു, കുട്ടിക്ക് ഗോട്ടി കളിക്കാൻ അറിയോ ചോദിച്ചു. അപ്പോൾ അവനൊന്നും കളിക്കാൻ അറിയില്ലായിരുന്നു, പക്ഷേ അവനെന്താണ് അറിയാമെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. പിന്നെ എന്തൊക്കെ ചോദ്യങ്ങളാണ്? അവൻ്റെ ക്ഷമ നശിച്ചു. അവൻ കൈനീട്ടി. എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്? വേഗം ഗോട്ടിതാന്ന് പറഞ്ഞ് അവൻ ക്ഷമ നശിച്ച് കൈനീട്ടി. അയാൾ ചിരിച്ചു, അവനും ചിരിച്ചു. കടലാസിൻ്റെ ആ പൊതി അടുക്കി പിടിച്ച് വേപ്പ് മരങ്ങളുടെ നിഴലിലൂടെ അവൻ നടന്നു. അങ്ങനെ കടലാസ് പൊതിയും പിടിച്ചുകൊണ്ട് വേപ്പ് മരങ്ങളുടെ നിഴലിലൂടെ അവൻ നടന്നു പോവുകയാണ്. അവൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഗോട്ടി. അവൻ്റെ കയ്യിൽ വേണമെങ്കിൽ പുറത്തെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ചെക്കൻ്റെ കയ്യിൽ, അപ്പുകുട്ടൻ്റെ കയ്യിൽ ഗോട്ടിയാണ്, നിറയെ ഗോട്ടി. അവൻ്റെ കയ്യിൽ ആ ഗോട്ടിയും കൂടെ അവൻ നടന്നു നീങ്ങുകയാണ്. വേണമെങ്കിൽ അവനെ ഗോട്ടി പുറത്തെടുക്കാം. അവൻ പൊതി കുലുക്കി നോക്കി. അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുപ്പി ഭരണിയോടെ കിട്ടിയിരുന്നുവെങ്കിൽ അല്ലേ, അവൻ ആഗ്രഹിക്കുകയാണ്, ആ കുപ്പി ഭരണിയോടുകൂടി ആ ഗോട്ടി നിറയെ കിട്ടിയിരുന്നുവെങ്കിൽ അല്ലേ, ആ കുപ്പി ഭരണിയോടെ കിട്ടിയിരുന്നെങ്കിൽ ആ ഗോട്ടി എന്ന് അവൻ ചിന്തിച്ചു നോക്കി. കടലാസു പൊതി നന്നല്ല, ഭരണിയാണെങ്കിൽ വെറുതെ തൊട്ടാൽ മതി, ഗോട്ടി തൊട്ടതുപോലെ തന്നെ തോന്നും. അപ്പോൾ ഗോട്ടി തൊട്ടതുപോലെയാണ് ആ ഭരണി തൊട്ടതെന്ന് അവൻ ചിന്തിക്കുകയാണ്. പെട്ടെന്നൊരു സംശയം, എല്ലാറ്റിനും ഉണ്ടോ പച്ച നിറത്തിൽ വര? അവൻ ചിന്തിക്കുകയാണ്, എല്ലാ ഗോട്ടികൾക്കും ഉണ്ടോ പച്ച നിറത്തിൽ വര എന്ന് അവൻ ചിന്തിച്ചു.
അവൻ കെട്ടഴിച്ച് നോക്കാൻ തീർച്ചപ്പെടുത്തി. സഞ്ചി താഴെ വെച്ച് അവൻ പതുക്കെ കടലാസു പൊതിയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. പൊതി അഴിഞ്ഞു ഗോട്ടി മുഴുവൻ നിലത്തു വീണു. നിരത്തിൻ്റെ നടുവിലേക്ക് അവ ഉരുണ്ടു പോവുകയാണ്. ഒരു നിമിഷ നേരം തരിച്ചു നിന്നതിന് ശേഷം അവ പെറുക്കാൻ തുടങ്ങി. കൈ നിറഞ്ഞു. പെറുക്കിയത് എവിടെ വയ്ക്കുമല്ലേ? അവൻ പോകുന്ന വഴിയിൽ ആ ഗോട്ടി തുറന്നു നോക്കി. എല്ലാത്തിനും പച്ച വരകളാണോ എന്ന്. പെട്ടെന്ന് ഗോട്ടികളൊക്കെ മക്കളെ താഴെ വീണു. അവൻ തരിച്ചുപോയി. അയ്യോ, ഗോട്ടികളൊക്കെ ഉരുണ്ടു പോകുന്നു. അവൻ ഓടിപ്പോയി എല്ലാ ഗോട്ടികളെയും എടുത്ത് തൻ്റെ മടിയിൽ ചേർത്തു വെച്ചു. സ്ലേറ്റും പുസ്തകവും പുറത്തെടുത്ത് വെച്ചതിന് ശേഷം സഞ്ചിയിൽ പെറുക്കിയിടാൻ തുടങ്ങി. അങ്ങനെ അവൻ ആ സ്ലേറ്റും പുസ്തകവും പുറത്തെടുത്ത് അവൻ്റെ സഞ്ചിയിൽ ആ ഗോട്ടികളൊക്കെ ഇട്ട് വെച്ചു എന്നാണ് പറയുന്നത്. 1 2 3 4 കർ ഒരു കാർ സഡൻ ബ്രേക്കിൽ നിന്നു. അവൻ ആ ഗോട്ടി എണ്ണി ഇടുമ്പോൾ പെട്ടെന്ന് കാറ് വന്നിട്ട് ബ്രേക്ക് ഇട്ട് പീ എന്ന് പറഞ്ഞ് അടുത്ത് നിന്നു. കാർ ഇവന് ഇടിക്കാൻ പോയി അവിടെ നിന്നു. അവൻ അപ്പോഴും ഗോട്ടി പെറുക്കി സഞ്ചിയിൽ ഇടുകയായിരുന്നു. കാറുകാരൻ വന്ന് ഹോണടിച്ചു. അവനൊന്നും പ്രശ്നമല്ല. അവൻ ആ ഗോട്ടിയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയെ ജീവനോടെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം വന്നു ഡ്രൈവർക്ക്. അയാൾ തല വെളിയിലിട്ടു. ആ കുട്ടി എന്താണ് കാട്ടുന്നത്? അവിടെ അവൻ ആ പരിസരം ശ്രദ്ധിക്കാതെ ഗോട്ടി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറുകാരൻ ചൂടായി. നീ എന്താണ് കാട്ടുന്നേ? നിനക്ക് ചാവാൻ വേറെ സ്ഥലമില്ലേ പറഞ്ഞ് കാറുകാരൻ ചൂടായി. അവൻ അതൊന്നും പ്രശ്നമല്ല. അവൻ അപ്പോഴും ആ ഗോട്ടി എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെറുക്കുന്നതിനിടയിൽ അവൻ തല ഉയർത്തി നോക്കി. ഒരു കാറും അതിനുള്ളിൽ ഒരു ഡ്രൈവറും. ഡ്രൈവർ അവൻ്റെ ഗോട്ടിയുടെ ഭംഗി നോക്കി രസിക്കുകയാണ്. അവനൊരു ഗോട്ടി പൊക്കിക്കാട്ടി ചിരിച്ചു. അല്ലേ, ഡ്രൈവർ ഇവനെ ചീത്ത പറയാൻ നോക്കുമ്പോൾ ഇവൻ ഗോട്ടി എണ്ണിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതിന് ഡ്രൈവർ ആ ഗോട്ടിയുടെ ഭംഗി നോക്കി. ഡ്രൈവർ ഇവനെ ചീത്ത പറഞ്ഞില്ല. കാരണം ഡ്രൈവർക്ക് മനസ്സിലായി കുട്ടിയാണ്, കുട്ടിത്തമാണ്. അവന് ചീത്ത പറഞ്ഞില്ല. ഇവനൊരു ഗോട്ടി എടുത്തിട്ട് ഡ്രൈവർ കൊടുക്കാൻ നോക്കി. അയാൾ വേണ്ടാന്ന് പറഞ്ഞാൽ ചിരിച്ചു. നല്ല രസമുണ്ട് അല്ലേ? ഡ്രൈവറുടെ ദേഷ്യം അലിഞ്ഞു പോയി. നല്ല രസമുണ്ടല്ലേ ഗോട്ടി എന്ന് നമ്മൾ അപ്പുക്കുട്ടൻ പറഞ്ഞപ്പോഴേ ഡ്രൈവറുടെ ആ ദേഷ്യം അങ്ങ് ഇല്ലാണ്ടായി എന്നാണ് പറഞ്ഞത്. മക്കളെ കണ്ട, അപ്പുക്കുട്ടനും നമ്മുടെ ഈ ഗോട്ടിയും ബാഗും അമ്മയൊക്കെ ഈ കാഴ്ച അത്രയും മനോഹരമായ കാഴ്ചയാട്ടോ. ഡ്രൈവറുടെ ദേഷ്യം അലിഞ്ഞു പോയി. അയാൾ ചിരിച്ചു. ഗോട്ടി വേണ്ടാന്ന് പറഞ്ഞു. സഞ്ചി എടുത്ത് ചുമലിട്ടതിന് ശേഷം സ്ലേറ്റും പുസ്തകവും കുപ്പിയും പെൻസിലും ഒക്കെ അടുക്കി പിടിച്ച് അവൻ വീട്ടിലേക്ക് നടന്നു. അവൻ വീണ്ടും വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. വൈകുന്നേരത്തെ കാപ്പിയും തയ്യാറാക്കി അവൻ്റെ അമ്മ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം അവന് കുടിക്കേണ്ട കാപ്പിയും ആക്കിക്കൊണ്ട് പലഹാരവും ആക്കിക്കൊണ്ട് അവൻ്റെ അമ്മ അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. പൂമുഖത്തെ ബെഞ്ചിന്മേൽ സ്ലേറ്റും പുസ്തകവും വലിച്ചെറിഞ്ഞ് അവൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അല്ലേ, പൂമുഖത്തെ ആ വീടിൻ്റെ മുഖത്ത് ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന അമ്മയെ ഓടിച്ചെന്ന് അവൻ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ പറയൂല, അവൻ പറഞ്ഞു. കെട്ടിപ്പിടിച്ചു അല്ലേ, ഓടിച്ച അമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറയില്ല, അവൻ പറഞ്ഞു. എന്നോട് പറയില്ലേ? പറയും. അമ്മയെ അവന് വലിയ കാര്യമായിരുന്നു. അമ്മ കണ്ണു ചിമ്മണം അല്ലേ, കയ്യിൽ എന്താണെന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ അവൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്നോട് പറയില്ലേ? നീ പറയണമെന്ന് പറഞ്ഞു. അമ്മ കണ്ണു ചിമ്മി. അവൻ എണ്ണി 1 2 3. അമ്മ കണ്ണു തുറന്ന് നോക്കി. ഒരു സഞ്ചി നിറയെ ഗോട്ടികൾ. ആ സ്ത്രീ പകച്ചുന്നു. ഒരു സഞ്ചി നിറയെ ഗോട്ടികളുമായിട്ടാണ് തൻ്റെ മകൻ വീട്ടിലോട്ട് വന്നെന്ന സ്ത്രീ തിരിച്ചറിയാണ്. എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ? വാങ്ങിയതല്ലേ? അതിന് പണം? എവിടെ നിന്നൊക്കെ ഈ ഗോട്ടികളൊക്കെ കിട്ടിയെന്ന് അമ്മ ചോദിച്ചു. ഇത് വാങ്ങിയതല്ലേ, എവിടുന്ന പണം എന്ന് ചോദിച്ചു. അതിന് പണം? അച്ഛൻ്റെ ഫോട്ടോവിൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഉച്ചയ്ക്ക് തന്നിട്ടില്ലേ? അമ്മ മുഖത്ത് കൈവച്ചു. ഫീസ് കൊടുക്കേണ്ട പണമല്ലേ? ഫീസ് കൊടുക്കേണ്ട പണം കൊണ്ടാണോ കുട്ടിയെ നീ ഗോട്ടി വാങ്ങിയെന്ന് അമ്മ ചോദിച്ചു. ആ ഗോട്ടി മുഴുവൻ അവൻ എന്തൊരാവശ്യത്തിനാണ്? ആരുടെ കൂടെയാണ് അവൻ കളിക്കുക? ആ വീട്ടിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നു. അവൻ്റെ ഇളയതായിട്ട് ഒരു കുട്ടി, അവൻ്റെ കൊച്ചനുജത്തി. പക്ഷേ അല്ലേ, ആ ഗോട്ടി മുഴുവൻ അവൻ എന്തൊരാവശ്യമാണ്? ഇത്രയും ആവശ്യമുണ്ട്. അവൻ്റെ വീട്ടിലാകെ ഒരു കുട്ടിയുള്ളൂ, അവൻ്റെ കൊച്ചനുജത്തി. പിന്നെ എന്തിനാ അല്ലേ? അവൻ്റെ വീട്ടിലാകെ ഒരു കൊച്ചനുജത്തി മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലേ, ആ കൊച്ചനുജത്തി ഇല്ല അവൻ്റെ കൂടെ. മരിച്ചു പോയിട്ടുണ്ടാകാം അല്ലേ, ആ അനുജത്തി പോലും ഇല്ല അവന് കളിക്കാൻ. പിന്നെ എന്തിനാണ് ഇത്രയും ഗോട്ടിയെന്ന് അമ്മ ചിന്തിക്കുകയാണ്. ആ അമ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ഓ അപ്പു അല്ലേ, അമ്മയുടെ കണ്ണിൽ വെള്ളം നിറയാണ്. കാരണം എന്താണ്? തൻ്റെ കുട്ടി മരിച്ചുപോയ സങ്കടമാണ് അമ്മയ്ക്കുള്ളത്. ആ ഒരു തൻ്റെ അനുജത്തിയായ തൻ്റെ മകള് മരിച്ചുപോയ സങ്കടം അമ്മയുടെ മുഖത്തുണ്ട്. പക്ഷേ അവൻ അമ്മയെ ചേർത്ത് പിടിക്കുകയാണ്. അമ്മ കരയാതിരിക്കുമെന്ന് ആ മകൻ പറയാണ്. അവൻ്റെ ഉള്ളിലുള്ളതായിട്ടൊരു കുട്ടി, അവൻ്റെ കൊച്ചനുജത്തി ആ വീട്ടിലുണ്ട്. ആ വീട്ടിലില്ല, മരിച്ചുപോയല്ലേ. ആ അമ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ഓ അപ്പു, അവൻ്റെ അമ്മ കരയുന്നു. അവന് മനസ്സിലായില്ല. എന്തിനാണ് അമ്മ കരയുന്നത്? ഗോട്ടി വാങ്ങിയത് കൊണ്ടാണോ? അതായിരിക്കില്ല. പിന്നെ അല്ലേ, ഗോട്ടി വാങ്ങിയത് കൊണ്ടല്ല അമ്മ കരയുന്നത്. പക്ഷെ ആ ഗോട്ടി അവനപ്പുറം കളിക്കാൻ അവൻ അനുജത്തി വീട്ടിലില്ല. അപ്പോൾ ഒറ്റക്കാണ്. ആ സങ്കടം കൊണ്ട് അമ്മ കരഞ്ഞു. ഈ ബാല്യകാലത്തിൽ അവനും അവൻ്റെ അനുജത്തിയും ഒരുമിച്ച് കളിച്ച് വളരേണ്ടതല്ലേ? പക്ഷെ അതില്ലാത്ത സങ്കടമാണ് ഈ അമ്മയ്ക്ക് ഉണ്ടായത്. വയസ്സനായ പീഡികക്കാരനും കാർ ഡ്രൈവറും ചിരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വന്നു നിന്നു. അവർക്കൊക്കെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് അമ്മ ഇഷ്ടപ്പെട്ടില്ല? ഒരു പക്ഷേ നല്ല ഗോട്ടി ആയിരിക്കില്ല. അവൻ്റെ മനസ്സിൽ എന്താണ്? ആ കാറുകാരനും പീഡികക്കാരനും ഒരുപാട് ഇഷ്ടമായില്ലേ ഗോട്ടി. പിന്നെ എന്താ അമ്മക്കൊന്നും ഇഷ്ടമാവാതെ? അമ്മ എന്തിനാ കരഞ്ഞു എന്ന് ഈ മകൻ ചിന്തിക്കുകയാണ്. സഞ്ചിയിൽ നിന്ന് നെല്ലിക്ക പോലുള്ള ആ ഗോട്ടികൾ വാരിക്കൊണ്ട് അവൻ പറഞ്ഞു.
ആ ഗോട്ടി അവൻ വാരിയെടുത്തുകൊണ്ട് ആ കുട്ടി പറയാണ്, ചീത്ത ഗോട്ടിയാണ് അല്ലേ അമ്മേ? അല്ല, നല്ല ഗോട്ടി. അമ്മ പറഞ്ഞു, നല്ല രസമുണ്ട് കാണാൻ അല്ലേ? നല്ല രസമുണ്ട്. അവൻ ചിരിച്ചു, അവൻ്റെ അമ്മയും ചിരിച്ചു. അശ്രു വീണ, അശ്രു വെച്ചാൽ കണ്ണുനീര്, അശ്രു വീണ നനഞ്ഞ അമ്മയുടെ കവളിൽ അവൻ മുഖമമർത്തി, അമ്മയുടെ കവളിൽ അവൻ മുഖമമർത്തി നിന്നു. അവൻ്റെ ഹൃദയത്തിൽ അപ്പോൾ സന്തോഷം വഴിഞ്ഞൊഴുകിയിരുന്നു അല്ലേ? അമ്മയുടെ ഉള്ളിലെ ആ സന്തോഷവും അവൻ്റെ ഉള്ളിൽ ആ സന്തോഷം കടന്നു വന്നു. അത്തരത്തിൽ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, തന്നെ അനുജത്തി മരിച്ച ആ സങ്കടം കണ്ട് അവൻ ഒറ്റകാകുമോ? തൻ്റെ മകളും മരിച്ച സങ്കടത്തിൽ സങ്കടപ്പെടുന്ന അമ്മ, ബാല്യകാലത്തിൽ ഗോട്ടി കളിച്ച് തൻ്റെ ബാല്യകാലം സന്തോഷത്തോടെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, പ്രകൃതിയുമായി അടുത്തിടപുകുന്ന കുട്ടി, ഇത്തരത്തിൽ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ തന്നെ അപ്പുവിൻ്റെ കഥാപാത്രത്തിലൂടെയും ഗോട്ടിയിലൂടെയും വ്യക്തമാക്കുകയാണ് ടി പത്മനാഭൻ തൻ്റെ കഥയായ ഗോട്ടിയിലൂടെ. സെറ്റുള്ള മക്കളെ, ഇപ്പോൾ ഗോട്ടി എന്ന് പറയുന്ന കഥ നമ്മൾ പഠിച്ചു. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. പീടികയിൽ അപ്പു കണ്ട പുതിയ കാഴ്ച എന്തായിരുന്നു? നിറയെ ഗോട്ടികൾ നിറച്ച ഒരു ഭരണി. അപ്പം നിറയെ ഗോട്ടികൾ നിറച്ച ഒരു ഭരണിയായിരുന്നു പീടികയിൽ ആര് കണ്ട കാഴ്ച? നമ്മുടെ അപ്പു കണ്ട കാഴ്ച എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താ? ഗോട്ടികളെ അപ്പു എങ്ങനെയാണ് വിവരിക്കുന്നത്? ഗോട്ടിയെ അപ്പു വിവരിച്ച രീതി എങ്ങനെയാണ് എന്ന ചോദ്യം നോക്കാം. പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട് നല്ല ഒന്നാം തരം ഗോട്ടികൾ, തൊടിയിലുള്ള വലിയ നെല്ലിക്കയോളം വലിപ്പമുണ്ട് ഓരോന്നിനും. ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ, പച്ച നിറത്തിൽ വരകളോട് കൂടിയ വെളുത്തുരുണ്ട നല്ല ഒന്നാം തരം ഗോട്ടികൾ, തൊടിയിലെ പറമ്പിലെ നെല്ലിക്കയെ പോലെയുള്ള മനോഹരമായ ഗോട്ടികളാണെന്നിവ എന്നാര് പറയാണ്? നമ്മുടെ അപ്പു പറയാണ്. അടുത്ത ചോദ്യം, അപ്പുവിൻ്റെ അനുജത്തി നഷ്ടപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന സന്ദർഭം എന്താണ്? അപ്പുവിൻ്റെ അനിയത്തി നഷ്ടപ്പെട്ടു എന്നോ മരിച്ചു എന്ന് സൂചിപ്പിക്കുന്ന സന്ദർഭം എന്താണെന്ന ചോദ്യം നോക്കാം. അവനൊപ്പം കളിക്കാൻ വേറെ കുട്ടികളാരും ഉണ്ടായിരുന്നില്ല, എങ്കിലും അവൻ അതറിയായിരുന്നു. അവനതായിരുന്നു കൂടുതൽ ഇഷ്ടം അല്ലേ? ആരും അവൻ്റെ അപ്പുറം കളിക്കാൻ വേണ്ട, അതാണ് അവന് കൂടുതൽ ഇഷ്ടം. അനുജത്തി പോയതിൽ പിന്നീട് അവൻ എപ്പോഴും തനിച്ചാറ് കളിക്കാറ്. അപ്പം അനുജത്തി മരിച്ചതിന് ശേഷം അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, അതാണ് അവന് ഇഷ്ടം. ഈ ഭാഗമാണ് അനുജത്തി നഷ്ടപ്പെട്ടു എന്നതിനെ സാധൂകരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, പീഡികക്കാരന് നീരസം ഉണ്ടാകാൻ കാരണമെന്ത്? അല്ലെ, പീഡികക്കാരൻ നീരസം, ഇഷ്ടപ്പെടാത്ത ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന ചോദ്യം എന്താണ്? അപ്പു ഗോട്ടി ഇരുന്ന ഭരണി തൊട്ടതാണ് പീഡികക്കാരന് നീരസം ഉണ്ടാക്കിയത്. അപ്പു ഗോട്ടി വെച്ച ആ ഭരണി തൊട്ടത് ആർക്ക് ഇഷ്ടമായില്ല? പീഡികക്കാരന് ഇഷ്ടമായില്ല എന്ന് പറയുന്നു. ഭരണി പൊട്ടിക്കുമോ എന്ന ആശങ്ക അയാൾക്കുണ്ടായിരുന്നു. അപ്പു ആ ഭരണി പൊട്ടിക്കുമോ എന്ന ആശങ്കയായിരുന്നു, സങ്കടമായിരുന്നു, ദേഷ്യമായിരുന്നു ആ പീഡികക്കാരന് ഉണ്ടായതെന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം എന്താ? സ്കൂളിൽ ചെന്ന് അപ്പു ജോർജിനെ അന്വേഷിക്കാൻ കാരണം എന്താണ്? അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് അപ്പു എന്തിനാണ് ജോർജിനെ അന്വേഷിച്ചത്? ജോർജാണ് കുട്ടികളുടെ ഇടയിൽ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുന്നത്. എത്ര വലിയവനും ജോർജിനോട് കളിച്ചാൽ തോൽക്കും. അതിനാലാണ് അപ്പു ജോർജിനെ അന്വേഷിച്ചത്. അപ്പോൾ ജോർജാണ് കുട്ടികളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ ഗോട്ടി കളിക്കുക. അപ്പം അപ്പുവിനോട് ജോർജ് കളിച്ചാലും ജോർജിനോട് അപ്പു കളിച്ചാലും ഇത് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും നന്നായി ഗോട്ടി കളിക്കുന്ന ജോർജിനൊപ്പം കളിക്കണമെന്നും അവനെ പരാജയപ്പെടുത്തണമെന്നായിരുന്നു അപ്പുവിൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താ? അധ്യാപകൻ അപ്പുവിനെ ബെഞ്ചിൽ കയറ്റി നിർത്താൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അധ്യാപകൻ അപ്പുവിനെ ബെഞ്ചിൽ കയറ്റി നിർത്തിയത്? ക്ലാസ്സിൽ അധ്യാപകൻ പാഠഭാഗം വിവരിക്കുന്ന സമയത്ത് അപ്പു ഗോട്ടിയെ പറ്റിയുള്ള ചിന്തയിലായിരുന്നു. അവന് ക്ലാസ് ശ്രദ്ധിക്കാനായില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകൻ അവനോട് ചോദ്യം ചോദിച്ചു. അവന് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അതിനുള്ള ശിക്ഷയായിട്ടാണ് ബെഞ്ചിൽ കയറാൻ അധ്യാപകൻ പറഞ്ഞത്. അപ്പം അപ്പുവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അപ്പുവിന് ഉത്തരം പറയാൻ കിട്ടിയില്ല. അതിനുള്ള മറുപടിയായിട്ട്, അതിനുള്ള ശിക്ഷയായിട്ടാണ് അപ്പുവിനെ ആ ബെഞ്ചിൽ കയറ്റി നിർത്താൻ അധ്യാപകൻ പറഞ്ഞത്. മക്കളെ, നമ്മൾ ഈ പഠിച്ച പാഠം ഗോട്ടി എന്ന് പറയുന്ന പത്മനാഭൻ്റെ ഈ കഥ ബാല്യകാലത്തിൻ്റെ നല്ല സുഖമുള്ള അനുഭവത്തെ വ്യക്തമാക്കുന്ന അപ്പു എന്ന കുട്ടിയുടെ ഗോട്ടിയുമായിട്ടുള്ള സ്വപ്നങ്ങളെ, അവൻ അനുജത്തി മരിച്ച ശേഷമുള്ള അവൻ്റെ ഒറ്റപ്പെടലൊക്കെ വ്യക്തമായി ആവിഷ്കരിക്കുന്ന മനോഹരമായ ബാല്യകാലത്തിൻ്റെ അനുഭവം വ്യക്തമാക്കുന്ന കഥയാണ്. അപ്പോൾ കൃത്യമായിട്ട് കഥ വായിക്കുക, ഈ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.